വറഹ്മത്തുള്ളാ. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅാ ഇലല്ലാഹി വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. അൽഹംദുലില്ലാഹ്. ഇന്നലെ നടന്ന നമ്മളുടെ പരിപാടിയുടെ തുടർ പ്രോഗ്രാമാണ് ഇന്ന്. അഹ്ല റമദാൻ എന്ന പേരിൽ കമ്മ്യൂണിറ്റിയോട് 3 ദിവസമായിട്ട് നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ള വർക്ക്ഷോപ്പിലാണ് നമ്മൾ. കേൾക്കാലോ അല്ലെ ഖദീജ? കേൾക്കാം ഷത്ത. അല്ല, എനിക്ക് പിന്നെ മ്യൂട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ? ഇല്ല, ഞാൻ ചെയ്തോളാം. അധികം ഉണ്ടാവും അല്ലെ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ അല്ലെ? എല്ലാവരും റെഡിയാണോ? ഇന്നലത്തെ ക്ലാസ്സിൽ പങ്കെടുത്ത ആരെങ്കിലും ഉണ്ടോ ഇതില്? ഇന്നലെ ക്ലാസ്സിൽ പങ്കെടുത്തിട്ട് ഇന്ന് ക്ലാസ്സിൽ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും എസ്മ എഴുതിയാൽ മതി. അങ്ങനെ എസ്മ എഴുതിയാൽ മതി. ഇൻഷാ അല്ലാഹ് ഉണ്ട് അല്ലെ? അപ്പൊ നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ ഉപകാരപ്പെടും. കാരണം ഇന്നലെ പറഞ്ഞ ഒരു സ്പിരിച്വൽ സൈഡിൽ സ്പിരിച്വൽ സൈഡിലായിരുന്നു നമ്മൾ സംസാരിച്ചിരുന്നത്. അതിന്റെ ഒരു പ്രാക്ടിക്കൽ ലെവലിൽ നമുക്ക് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ള എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട്, അല്ലെങ്കിൽ ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് സക്സസ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെയായിട്ടോ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ തന്നെ ഞാൻ ഇസ്ലാം സ്വീകരിച്ച ഒരാളാണ്. അപ്പോ പിന്നെ ഞാൻ സംസാരിക്കുന്നതും എൻ്റെ ആ ഒരു എക്സ്പീരിയൻസിൽ പിന്നെ ഞാൻ ചെയ്ത കാര്യങ്ങൾ വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് അൽഹംദുലില്ലാഹ് നല്ല രീതിയിൽ എന്താ പറയാ ഓരോ ദിവസത്തെ കൊണ്ടുപോകാം. അല്ലെങ്കിൽ 30 days ചാലഞ്ചാണ് നമ്മൾ ചെയ്യുന്നത് അല്ലെ? അപ്പൊ അതിന് റമദാനിലും അത് എങ്ങനെ പിന്നെ ഉപയോഗപ്രദമായ രീതിയിൽ ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ എല്ലാവരും റെഡി ആണല്ലോ അല്ലെ? എല്ലാവരും നല്ല എനർജിയോട് കൂടിയിട്ടല്ലേ ഇരിക്കുന്നത്? കാരണം നിങ്ങൾ ആരും എനിക്ക് കാണുന്നില്ല. അപ്പൊ ഇങ്ങനെ തലയിൽ കൈയൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ താടി കൈയൊക്കെ വെച്ച് ഇങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും അതൊക്കെ എടുത്ത് ഒന്ന് റെഡി ആയിരിക്കുക. നമ്മളൊരു വർക്ക്ഷോപ്പിലാണ് എന്നുള്ള ഒരു ക്ലിയർ ഇല്ലേ? നിങ്ങളൊരു വർക്ക്ഷോപ്പിലാണ് എന്നുള്ള ഒരു ചിന്ത ഉണ്ടായിക്കോട്ടെ. സൗണ്ടിന് എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടോ? ക്ലാരിറ്റി പ്രശ്നം ഉണ്ടോ? കേൾക്കുന്നില്ല ചില ആളുകൾ പറയുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ നല്ല ഉഷാറായിട്ട് ഇരിക്കുക. അല്ല എന്താ കമ്പനീന്റെ ഒക്കെ ഒരു കുഴപ്പമില്ല അല്ലെ? ഓക്കെ കുഴപ്പമില്ല. ഇൻഷാ അല്ലാഹ്. നിങ്ങളൊരു വലിയ കമ്പനീന്റെ ഒരു മാനേജർ ആണെന്നോ അത് വിചാരിച്ചാണ് നല്ല എന്താ പറയാ നല്ല എനർജറ്റിക് ആയിട്ട്, അല്ലെങ്കിൽ ഒരു സ്കൂളിന്റെ ഒരു പ്രിൻസിപ്പൾ ആണെന്നൊക്കെ വിചാരിച്ചിട്ട് നല്ല എനർജറ്റിക് ആയിട്ട് ഇരിക്കുക. എല്ലാവരും റെഡി അല്ലേ? പറയുന്ന കാര്യം കേൾക്കാനും അതിനനുസരിച്ച് ചെയ്യാനൊക്കെ എല്ലാവരും റെഡി അല്ലേ? റെഡി? ഓക്കെ. എന്നാല് എല്ലാവരുടെ കയ്യിൽ ഒരു പെന്നും പുസ്തകമൊക്കെ ഉണ്ടായിക്കോട്ടെ. ഒരു പെന്നും പുസ്തകമോ അല്ലെങ്കിൽ പിന്നെ ഒരു പേപ്പറും പെന്നോ എന്തായിരുന്നാലും കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ എഴുതിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതാണ്. അപ്പൊ ഒരു പെന്നും ഒരു പേപ്പറൊക്കെ എടുത്തിട്ട് ഞാൻ എന്തെങ്കിലും പറയുന്നത് നിങ്ങൾക്ക് നല്ലതാണ് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എഴുതി വെക്കാം, അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് ചെയ്യാം. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടാ. എല്ലാവരും റെഡിയാണെന്ന് വിചാരിക്കുകയാണ്. നമ്മൾ ഇൻഷാ അല്ലാഹ് ക്ലാസ്സിലേക്ക് പോവാണ്. പറ്റുന്ന ആളുകൾ നിങ്ങളുടെ വീഡിയോ ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മുഖത്തെ ഒരു എന്താ പറയാ ഒരു എക്സ്പ്രഷൻ, റിയാക്ഷൻ ഒക്കെ എനിക്ക് ഇങ്ങനെ കാണാൻ പറ്റും. അപ്പൊ അതിനനുസരിച്ചിട്ട് സംസാരിക്കാം. ഓക്കെ, എല്ലാവരും നല്ല സന്തോഷത്തിൽ ഇരിക്കുക. നമ്മൾ സന്തോഷത്തിൽ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഏത് കാര്യവും പെട്ടെന്ന് കേൾക്കാനും അറിയാനും ഒക്കെ പറ്റുക. നമ്മൾ പല സിറ്റുവേഷനിൽ ഇരിക്കുന്ന ആളുകളായിരിക്കും അല്ലെ? വീട്ടിലിപ്പോ വൈകുന്നേരം വരെ പണിയെടുത്ത് അല്ലെങ്കിൽ കുട്ടികളെ നോക്കി ക്ഷീണിച്ച ആളുകളായിരിക്കും ഉണ്ടാവുക. അങ്ങനെ പലരും പല സിറ്റുവേഷനിലായിരിക്കും. ചിലപ്പോൾ ജോലി കഴിഞ്ഞ് വന്നിട്ടുള്ള ആളുകളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഒന്ന് സ്മാർട്ടായിട്ട് ഒന്ന് ചിരിക്കാനും ഒക്കെ ശ്രമിച്ചിട്ട് അങ്ങനെ പ്ലസന്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. ഓക്കെ, ഫസ്റ്റ് പറയാനുള്ളത് എന്താന്ന് വെച്ചാല് ഞാൻ ഈ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഞാൻ ഇസ്ലാം സ്വീകരിച്ച സമയത്ത് എന്നിലുണ്ടായ ചില മാറ്റങ്ങൾ. അള്ളാഹുലേക്ക് നമ്മൾ പൂർണ്ണമായി സമർപ്പിക്കുമ്പോൾ നമ്മളെ ജീവിതത്തിൽ നമുക്ക് അള്ള തരുന്ന ഒരു ഗിഫ്റ്റാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന് പറയുന്നത്. ഇസ്ലാമിന്റെ അർത്ഥം എന്താ? സമാധാനം എന്നാണ് അല്ലേ? അപ്പോ ഈ സമാധാനമാണ് അള്ള നമുക്ക് തിരിച്ചു തരാം. അള്ളാഹുലേക്ക് നമ്മൾ മടങ്ങുമ്പോൾ അള്ള നമുക്ക് തിരിച്ചു തരുന്നതാണ്, അള്ള നമുക്ക് തരുന്ന ഗിഫ്റ്റാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം അഥവാ പീസ്, സമാധാനം എന്ന് പറയുന്നത്. അത് നമുക്ക് അനുഭവിക്കാൻ കഴിയാന്ന് പറഞ്ഞാല് അൽഹംദുലില്ലാഹ് അതൊരു വല്ലാത്തൊരവസ്ഥയാണ്. യഥാർത്ഥത്തിലുള്ള പീസ്, സമാധാനം നമ്മൾ അനുഭവിക്കുമ്പോൾ
ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും. അപ്പൊ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മളെ കയ്യിൽ പലപ്പോഴും ഈ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ കിട്ടുമല്ലോ. നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങളുടെ ഒക്കെ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും. ഒരു ചെറിയ പിന്നെ പാരച്യൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഓയിലില്ലേ, വെളിച്ചെണ്ണ, കോക്കനട്ട് ഓയിൽ, അതിന്റെ തന്നെ അതേ കുപ്പി, അതേ ഷേപ്പ്, അതേ ഒരു സ്മെല്ലൊക്കെ കൊണ്ടുവരാൻ വിപണിയിൽ ഉണ്ട് എന്ന് വിചാരിക്കാം, ഉണ്ട്. അപ്പൊ ഉണ്ടായിരിക്കും. മറ്റേന് വില ഇല്ലാതായി മാറുന്നതും. അപ്പൊ ഈ ഒരു സാധനത്തില് ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് എന്താന്ന് വെച്ചാല്, പീസ് അഥവാ സമാധാനം എന്ന് പറയുന്ന സാധനം, അഥവാ ഇസ്ലാം, അതിന്റെ ഒറിജിനൽ ഒരു വേർഷൻ ഉണ്ട്, ഒറിജിനൽ സാധനം ഉണ്ട്. വോയിസ് ക്ലിയർ അല്ല പറയുന്നുണ്ടല്ലോ പലരും. ഒറിജിനൽ ആയിട്ടുള്ള ഒരു സാധനം ഉണ്ട്, അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാല് അത് ഭയങ്കര രസമാണ്. അതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റിലേക്ക് നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ പോകും. അപ്പൊ അതാണ് ഇസ്ലാം നമ്മൾ വിചാരിക്കും. അതിൽ നമ്മൾ ഇങ്ങനെ അതാണ് പ്രാക്ടീസ് ചെയ്യും. അതില് പിന്നെ അതിന്റെ ഒരു യഥാർത്ഥ സത്തയിലേക്ക് നമുക്ക് പോകാൻ കഴിയൂല. പലപ്പോഴായിട്ട് നമ്മളിങ്ങനെ വേറൊന്നിലേക്ക് ഇങ്ങനെ പോകും. പക്ഷെ അതന്നെയാണ്, ഇതന്നെയാണ് ഇസ്ലാം, ഇതന്നെയാണ് സമാധാനം, ഇതന്നെയാണ് ഞാൻ ചെയ്യുന്നത് തന്നെയാണ് എന്നുള്ള രീതിയിൽ നമുക്ക് ഇങ്ങനെ തോന്നുകയും ചെയ്യും. അതാണ് ഞാൻ പറഞ്ഞ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുന്ന സാധനം. അത് യഥാർത്ഥത്തില് അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ, യഥാർത്ഥത്തിലുള്ള പീസ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാല് അതൊരു ഭയങ്കര സാധനമാണ്. അത് അത് എന്താ പറയാ, അത് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാല് യഥാർത്ഥത്തിൽ എന്താണ് ഓരോതിന്റെയും മീനിങ് നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യും. എന്താണ് അൽഹംദുലില്ലാ, എന്താ സുബ്ഹാനല്ലാഹ്, എന്താ അല്ലാഹു അക്ബർ, എന്താണ് തവക്കൽത്തു അലല്ലാഹ്, എന്താണ് ഹസ്ബുനല്ലാഹ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് അത് ലിറ്ററലി നമുക്കതിങ്ങനെ എന്താണ് ഇങ്ങനെ ഇങ്ങനെ നമ്മളെ ജീവിതത്തിലും കൂടെ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ കാണാൻ പറ്റും. അതാണ് പിന്നെ യഥാർത്ഥത്തിലുള്ള ആ ഒരു സമാധാനം അള്ളാഹ് നമുക്ക് ഇട്ടുതന്നാൽ ഉണ്ടാവുക. ഇപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം 20 വർഷമായി ഞാൻ ഇസ്ലാമിലേക്ക് വന്നിട്ട്. അപ്പോ 20 വർഷം കഴിഞ്ഞു. അപ്പോ എന്റെ ആ തുടക്ക കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത്, അതിപ്പോ എനിക്ക് അത് ആലോചിക്കുമ്പോഴേ എനിക്ക് ഭയങ്കര ഒരു രസമാണ്. അതൊക്കെ ഇങ്ങനെ വിട്ട് 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 പോകും സ്വാഭാവികമായിട്ടും. വർഷങ്ങൾ കഴിയുമ്പോൾ ആ ഫസ്റ്റത്തെ ആ ഒരു ഇതൊന്നും നമുക്ക് ആ ഒരു ഇതൊന്നും നമ്മുടെ ആ ഒരു സന്തോഷം, ആ ഒരു ഭയങ്കരമായ രസം നമ്മളിങ്ങനെ വിട്ടുപോകും, സ്വാഭാവികമാണ്. അല്ലെങ്കിൽ എനിക്കങ്ങനെ സംഭവിച്ചു. എനിക്കറിയില്ല എല്ലാവരുടെയും കേസ്. അപ്പം അതിലേക്ക് തന്നെ തിരിച്ചു പോകാനുള്ള ഒരു ശ്രമമാണ് പലപ്പോഴും, അതിനുള്ളൊരു ഒരു അവസരമായിട്ടാണ് പലപ്പോഴും റമദാൻ വരാറുള്ളത്. അത് കുറച്ചും കൂടെ ഒന്ന് പോളിഷ് ചെയ്യാനും കുറച്ചുകൂടെ ഒന്ന് ശരിയാക്കാനും ഒക്കെ ശ്രമിക്കും. അല്ലാത്ത പക്ഷവും അത് എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അത്രയും രസമാണത്. അതിൽ ജീവിക്കാന്ന് പറഞ്ഞാല് നമ്മൾ പറയില്ലേ, ജീവിതം ഭയങ്കര ടഫാണ്, ജീവിതം ഭയങ്കര പ്രശ്നമാണ്, അങ്ങനെയൊക്കെ പറയുമല്ലോ. പക്ഷെ ജീവിതം എന്ന് പറഞ്ഞാല് ഭയങ്കര രസമാണ്. അത് എന്റെ ഒരു അനുഭവത്തിലൂടെ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാന് ഇസ്ലാം സ്വീകരിച്ചിട്ട് വളരെ കുറച്ച് മാസമായിട്ടുള്ളൂ, 2-3 മാസമായിട്ടുള്ളൂ. ആ സമയത്ത് സ്വാഭാവികമായിട്ടും പിന്നെ നമ്മളെ അടുത്ത് ഇങ്ങനെ സംസാരിക്കാൻ ആളുകൾ വരും. ഇങ്ങനെ എങ്ങനെയാ ഇസ്ലാമിലേക്ക് വന്നത്, എന്തായിരുന്നു ഇസ്ലാമിലേക്ക് വരാനുള്ള പ്രചോദനം, അതിന്റെ കഥ കേൾക്കാൻ ഇങ്ങനെ ആൾക്കാർ വരും. അപ്പോ പിന്നെ കുറച്ച് 2-3 മാസമൊക്കെ ആയിട്ടുള്ളൂ, വളരെ എന്താ പറയാ, വന്നിട്ട് കുറച്ച് സമയമായിട്ടുള്ളൂ. അപ്പോ ഞാൻ നിൽക്കുന്ന വീട്ടിലൊക്കെ ചിലപ്പോൾ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും അല്ലെങ്കിൽ അവരുടെ കുടുംബക്കാര്, അയൽവാസികളൊക്കെ വന്നിട്ട് എങ്ങനെയാ നിങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നതിന് പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അവരിങ്ങനെ ചോദിക്കും നമ്മളെ അടുത്ത്. ഇസ്ലാം സ്വീകരിച്ച ആളുകൾക്ക് അത് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ചോദിക്കുമ്പോ ഞാനിങ്ങനെ ഉത്തരം പറയും, ഞാനിങ്ങനെ സംസാരിക്കും അവരുടെ അടുത്ത്. സംസാരിക്കുമ്പോ അവരെന്റെ അമ്മേന്റെയും അച്ഛന്റെയും കുടുംബങ്ങളെയും വീടിന്റെയും ഒക്കെ കാര്യം ചോദിക്കും. നിങ്ങക്ക് പിന്നെ ബ്രദേഴ്സ് ഉണ്ടോ, നിങ്ങക്ക് സിസ്റ്റേഴ്സ് ഉണ്ടോ, അവരെന്താ ഇപ്പൊ ചെയ്യണത്, അവർക്ക് പ്രശ്നമുണ്ടോ, അമ്മയ്ക്ക് സങ്കടമല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. നിങ്ങൾ കേൾക്കണം, നിങ്ങൾക്ക് ശരിക്കും ഞാൻ ഇങ്ങനെ ക്ലിയർ ആവുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പൊ ഇങ്ങനെ ചോദിക്കുമ്പോ ഞാൻ ഉത്തരം പറയുന്നത് ഇതേപോലെയാണ്. ഞാൻ ഈ ചിരി എപ്പോഴും ഉണ്ടാവും എന്റെ മുഖത്ത്. അപ്പോ പിന്നെ ഞാൻ ചിരിച്ചിട്ട് അങ്ങനെ പറയാം, എനിക്ക് സങ്കടമുണ്ട്, അമ്മേന്റെ അടുത്തുനിന്ന് പോന്നപ്പോ അമ്മയ്ക്ക് പ്രയാസമാണ്, അച്ഛന് പ്രയാസം, ഇതൊക്കെ പറയുന്നത് ഞാൻ ചിരിച്ചിട്ടാ. അതെനിക്ക് മനസ്സിലാവണില്ല, ഞാൻ ചിരിച്ചിട്ടാണ് പറയുന്നത് മനസ്സിലാവണില്ല. പലപ്പോഴായിട്ടും പലരും എന്നോട് പറയുന്നുണ്ട്, ഇവിടെ ബാങ്ക് കൊടുക്കുന്നുണ്ട് നല്ല ശബ്ദത്തിലാ. അപ്പൊ ഞാന് ബാങ്ക് കഴിഞ്ഞിട്ട്
लेकिन बस तुम रहोगे किसके अंडर में? तुम रहोगे ब्रिटेन के अंडर में, बाकी अपनी गवर्नमेंट खुद बनाओ चलाओ। ഓക്കെ, ഇവിടെ ബാങ്ക് വിളിക്കുന്നുണ്ടായിരുന്നു, അതാണ് കേട്ടോ ഓഫ് ആക്കിയത്. കേൾക്കുന്നില്ല എന്ന് പലരും പലരും പറയുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചത്, ഞാൻ ഇങ്ങനെ തിരിച്ചിട്ടാണ് എല്ലാവരോടും മറുപടി പറയുന്നത്. പിന്നെ അറിയുന്നവർക്ക് തന്നെ അറിയാം. പിന്നെ സ്വാഭാവികമായിട്ട് അങ്ങനെ ഉണ്ടല്ലോ, അങ്ങനെ ഒരു സ്വഭാവമാണ് എൻ്റെത്, തിരിച്ചിട്ടുള്ളൊരു സ്വഭാവം. അപ്പോ ഇവർക്ക് എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂഷൻ. എന്നിട്ട് പല സ്ത്രീകളും എന്നോട് എന്തെങ്ങനെ നമുക്ക് വിഷമമൊന്നുമില്ലേ വീട്ടിൽ നിന്ന് വന്നിട്ട് ചിരിക്കുകയാണല്ലോ എന്ന് പറഞ്ഞു. പലരും അങ്ങനെ ഡയറക്റ്റ് ചോദിച്ചു. പല ആളുകള് എന്നോട് പറഞ്ഞു ഇങ്ങനെ എപ്പോഴും ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു, ഞാൻ അതൊരു പ്രശ്നം പോലെ പറഞ്ഞു. പിന്നെ ചില കൂട്ടര് പറഞ്ഞത് എന്താന്ന് വെച്ചാല്, ആ കുട്ടിക്ക് വീട്ടിലെന്തോ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു, അതിനൊക്കെ വന്ന സമാധാനത്തിലാണ് ആ കുട്ടി. വീട്ടിൽ ഭയങ്കര പ്രശ്നം തോന്നുന്നത്. അപ്പോ അവിടുന്ന് വന്നപ്പോ അതിന്റെ സന്തോഷമാണ് ഈ കുട്ടിക്ക്. അത് ചിരിച്ചിട്ടാണ് ഈ കുട്ടി അമ്മേനെ പറ്റിയിട്ട് അച്ഛനെ പറ്റിയിട്ടൊക്കെ പറയുന്നത് എന്നാ പറഞ്ഞത്. അപ്പൊ എനിക്കിത് കേട്ടപ്പോഴും ഞാൻ ചിരിക്കുന്നതാണ്. ഞാൻ ചിരിക്കാന്ന് ഹഹ ചിരിയല്ല കേട്ടോ, ഞാൻ റിലാക്സ് ചെയ്തിട്ടാണ്. ഞാൻ അതിനൊരു മറുപടി പറയാനോ അല്ലെങ്കിൽ ഞാൻ ഇന്നതാണ് ഒന്നും പറയാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷെ ഞാൻ എപ്പോഴും ചിരിച്ചിട്ടായിരുന്നു എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്. അത് എനിക്ക് ഭയങ്കര അതിശയം തോന്നുന്നത് വെച്ചാൽ, ഞാൻ ഇസ്ലാം സ്വീകരിച്ച് വന്ന് കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ. അവിടെ ഞാൻ പൊന്നാനിന്നാണ് ഇസ്ലാം സ്വീകരിക്കുന്നത്. അവിടുന്ന് ഇതേപോലെ എനിക്ക് മനസ്സിനകത്ത് ഭയങ്കര സന്തോഷവും സമാധാനവും. പക്ഷെ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. അച്ഛനെ കാണാത്ത അമ്മേനെ കാണാത്ത വീട്ടിൽ നിന്ന് പോകുന്നതിന്റെ സ്വാഭാവികമായിട്ട് ഒരു വീട്ടിൽ നിന്ന് വരികയാണ്. അവരൊക്കെ വെറുപ്പിച്ചിട്ട് അവരൊക്കെ സങ്കടപ്പെടുത്തിയിട്ട് വരികയാണ്. പക്ഷെ എൻ്റെ ഉള്ളിൽ എന്താ ഒരു ഭയങ്കര സന്തോഷവും സമാധാനം അനുഭവിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഞാൻ പിന്നെ കിടക്കുമ്പോഴൊക്കെ ഞാൻ ചിന്തിക്കുക, ഞാൻ എന്താ പറയാ ഭയങ്കര ഇത്ര മോശമാണോ ഞാൻ, ഇത്ര ക്രൂവലാണോ ഞാൻ, എന്തൊരു സാധനമാണ് ഞാൻ, ഇത്രയും കഠിനമാണോ എന്റെ ഹൃദയം എന്ന് ഞാനിങ്ങനെ ചിന്തിക്കുക. എന്റെ അച്ഛനും അമ്മേനെ നഷ്ടപ്പെട്ടിട്ട് ഞാനിങ്ങനെ ചിരിച്ച് അല്ലെങ്കിൽ സന്തോഷത്തോടു കൂടി ഇരിക്കുക. ഇതിലൊന്നും വല്ലാത്തൊരു സന്തോഷം എനിക്ക് അനുഭവപ്പെടാം, എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്താണെന്ന്. അങ്ങനെ ഒരു ദിവസം പിന്നെ അത് ആലോചിച്ച് ഞാൻ ഇങ്ങനെ കിടന്നു. പിറ്റേ ദിവസം ഞാൻ സുബൈക്ക് എണീക്കുമ്പോൾ, പൊന്നാനിയിലാണ് ഞാൻ ആ സമയത്ത്, സുബൈക്ക് എണീക്കുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് എന്താന്ന് വെച്ചാല്, എന്താണ് ഇസ്ലാം എന്ന് ഞാൻ അതിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് വാട്ട് ഇസ് ഇസ്ലാം എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇസ്ലാം എന്നാൽ ഒരു വ്യക്തി അവന്റെ ജീവിതത്തെ പൂർണ്ണമായി അള്ളാഹുവിലേക്ക് സമർപ്പിക്കുമ്പോൾ അവന് കരഗതമാകുന്ന സമാധാനമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം എന്നായിരുന്നു ആ ഒരു സെന്റൻസ്. അപ്പൊ എന്താണ് ഇസ്ലാം എന്ന് ചോദിച്ചാല്, അള്ളാഹുലേക്ക് നമ്മൾ തിരിച്ചു പോകുമ്പോ, അള്ളാഹുലേക്ക് മടങ്ങുമ്പോ അള്ളാഹ് തരുന്ന ഗിഫ്റ്റാണ് ഈ സമാധാനം. അതാണ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. ആ ഒരു എന്താ പറയാ തിരിച്ചറിവുണ്ടായിരുന്നു. അതാണല്ലോ എന്റെ ഉള്ളിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അപ്പൊ ഹാപ്പിനെസ് അല്ലെങ്കിൽ സമാധാനം, സന്തോഷം, എന്താ സന്തോഷം സമാധാനം തമ്മിലുള്ള വ്യത്യാസം? ഞാൻ കുറെ റിസർച്ച് ചെയ്തൊരു സാധനമാണ് എന്താ സന്തോഷം സമാധാനം. അല്ലെങ്കിൽ ഞാൻ കൊണ്ടുവന്ന ഒരു ഡെഫിനിഷൻ എന്താന്ന് വെച്ചാല്, സമാധാനം എന്നുള്ളത് അത് ഉള്ളിൽ അനുഭവിക്കുന്ന സാധനമാണ്. സന്തോഷം എന്നത് അതിന്റെ ഒരു പ്രകടനമാണ്. ഉള്ളിൽ സമാധാനമുള്ള ആള് റിയൽ ആയിട്ടൊരു സാധനത്തിനെ പുറത്തേക്ക് കാണിക്കും. അതാണ് സന്തോഷം എന്ന് പറയുന്നത്. അത് ആർട്ടിഫിഷ്യൽ അല്ല. അത് ഈ പറഞ്ഞതുപോലെ നമ്മളെ മുഖത്ത് കാണുന്ന ഒരുതരം വല്ലാത്തൊരു ഒരാൾക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഒരാൾ ഭയങ്കര സങ്കടത്തോടു കൂടി ഇരുന്നിട്ട് അയാൾ ചിരിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അയാൾ ഉള്ളിൽ എന്തോ ഒരു സാധനം കിടന്ന് പെടയുന്നുണ്ട് എന്നുള്ളത് അല്ലെ. അപ്പൊ
അതില്ലാതെ നമ്മളെ ഉള്ളിന്റെ ഉള്ളിനകത്ത് നമ്മൾ സമാധാനം അനുഭവിക്കുമ്പോൾ അത് മുഖത്ത് കാണുന്ന ഒരു സാധനമാണ് സന്തോഷം. അല്ലെങ്കിൽ അയാളെ വാക്കുകളിലൂടെ അയാളെ പ്രവർത്തികളിലൂടെ പുറത്ത് കാണുന്ന ഒരു സാധനം സന്തോഷം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ അതിനെ പഠനവിധേയമാക്കാം, അതിൽ നിങ്ങൾക്ക് ഡെഫിനിഷൻ ഒക്കെ കണ്ടെത്താം ഇൻഷാല്ല. അപ്പൊ പറഞ്ഞു വന്നത് ഇതാണ്, എപ്പോഴും നമ്മൾക്ക് സന്തോഷമുണ്ടോ? എപ്പോഴും നമുക്ക് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ഞാൻ അവിടെ നിന്ന് മനസ്സിലാക്കിയതാണ്. പിന്നീട് അങ്ങോട്ട് ജീവിതത്തിൽ പല പല പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അതൊക്കെ തകർന്നു പോകുന്ന പല സിറ്റുവേഷനുകളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ടായിരിക്കാം അല്ലെ? നമ്മൾ എല്ലാവരുടെയും ജീവിത സാഹചര്യങ്ങൾ അങ്ങനെയാണ്. അവിടെയൊക്കെ ആ സന്തോഷത്തിന്, ആ ഒരു സമാധാനത്തിന് പിടിച്ച് ഇങ്ങോട്ട് തന്നെ ഇടണം എന്നുള്ള തോന്നലുണ്ടാവാനുള്ള കാരണം എന്താ വെച്ചാൽ അതിന്റെ സുഖം ഭയങ്കര ആയതുകൊണ്ടാണ്. ആ ഒരു എന്താ പറയാ, ആ ഒരു കവചത്തിനകത്ത് നിന്ന് പുറത്ത് ചാടുമ്പോൾ നമ്മൾ ഒന്നുമല്ലാതായി മാറുകയാണ്. പക്ഷെ ചില സന്ദർഭങ്ങളിൽ അങ്ങനെ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ തിരിച്ച് അങ്ങോട്ട് തന്നെ നമുക്ക് കേറണം എന്നുള്ള തോന്നൽ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അതെന്താന്ന് വെച്ചാല്, ഒറ്റ മിനിറ്റ്. കേൾക്കാമല്ലേ? അപ്പൊ അത് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാകാനുള്ള കാരണം എന്ന് വെച്ചാൽ അതിന്റെ ഉള്ളിൽ നമ്മൾ അനുഭവിക്കുന്ന സമാധാനമാണ്. അപ്പൊ ഇനി അത് കിട്ടാൻ നമുക്ക് ചെയ്യാൻ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാം എന്നതാണ് ഇൻഷാല്ലാ ഒരു പ്രാക്ടിക്കൽ സൈഡിലൂടെയാണ് നമ്മൾ ഇൻഷാല്ലാ നമ്മൾ പോണത്. അതില് ഒന്ന് ഇത് തന്നെയാണ്, ഞാൻ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഇരിക്കുന്നത്, ഞാൻ സമാധാനത്തോടു കൂടിയാണ് ഇരിക്കുന്നത് എന്നുള്ള ഒരു ബോധ്യപ്പെടുത്തൽ നമുക്ക് ഉണ്ടാകണം എന്നുള്ളതാണ്. അതിൽ ഒന്നാമത് നിങ്ങൾ അത് എഴുതി വെച്ചോ. കാരണം എന്താന്ന് വെച്ചാല് നമ്മൾ അതിൽ നിന്ന് ഇങ്ങനെ പോകും, നമ്മൾ നമ്മുടെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചിട്ട് നമ്മൾ നീങ്ങും. എല്ലാ മനുഷ്യരും പ്രശ്നങ്ങളുണ്ട് ഇല്ലേ? എല്ലാവരും പ്രശ്നങ്ങളിലൂടെ തന്നെയാണ് പോകുന്നത്. ഇപ്പൊ ഇന്ന് നേരം വെളുത്ത് ഇത്രയും നേരമായിട്ട് ഈ ഒരു 7:53 വരെ ഉള്ള സമയത്തിനകത്ത് നമ്മൾ പല സിറ്റുവേഷനിലൂടെയും കടന്നു പോയിട്ടുണ്ട് അല്ലെ? അവിടെ നമുക്ക് സന്തോഷമുള്ളതും സമാധാനമുള്ളതും ഒക്കെ ഉണ്ട്. പക്ഷെ സങ്കടത്തിലേക്ക് പോകണം എന്ന് തീരുമാനിക്കുന്നത് എന്താണ്? അത് നമ്മളാണ്. അത് ഇന്നലെ പറഞ്ഞ ആ ഒരു ചിന്തയാണ്. ഞാൻ സങ്കടത്തിലേ നിൽക്കുള്ളൂ, എനിക്ക് ആ പ്രശ്നത്തിലേ നിൽക്കുള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് അതിലേക്ക് നമ്മൾ മനസ്സിനെ കൊണ്ടുപോകുന്നത് അതൊരു ഭയങ്കര എന്താ ഒരു സേഫ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്നെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ എന്നോട് കൊടുക്കുന്ന ഒരു പരിഗണനയായിട്ടാണ് യഥാർത്ഥത്തിൽ നമ്മൾ സങ്കടമുള്ള ഒരു ദുഃഖപുത്രി കഥാപാത്രങ്ങൾ അല്ലെ? പലപ്പോഴും നമ്മൾ കാണുമ്പോൾ തന്നെ അവരെ കാണുമ്പോൾ തന്നെ നമുക്ക് എന്താണ് ഭയങ്കര സങ്കടം ഒക്കെ തോന്നുന്ന ചില ആളുകൾ, ദുഃഖത്തിന്മേൽ ദുഃഖമാണ് അവർക്ക്. അപ്പൊ എപ്പോഴും അവർ ആ ഒരു അതിൽ തന്നെ ഭയങ്കര പൈസ ഉണ്ടായിരിക്കും, ഭയങ്കര സമാധാനം അല്ല എല്ലാതും ഉണ്ടായിരിക്കും അവർക്ക്, കുട്ടികളും ഭർത്താവും ഒക്കെ നല്ല രീതിയിലായിരിക്കും. എന്നാലും അവർക്ക് എവിടെയോ ഒരു പ്രശ്നം അവർക്ക് പോലും അറിയാതെ. അങ്ങനെ എന്താ വെച്ചാല് ഞാൻ ദുഃഖത്തിൽ ജീവിക്കാൻ അല്ലെങ്കിൽ പാസ്റ്റിൽ ജീവിക്കാൻ ഞാൻ ഭയങ്കരമായിട്ട് സേഫ് ആണ് എന്നുള്ള തോന്നലാണ് അത് ശരിക്കും പറഞ്ഞാല്. കഴിഞ്ഞു പോയ കാലങ്ങളിൽ ഇങ്ങനെ ജീവിച്ചുകൊണ്ടേയിരിക്കാം. ഇപ്പൊ സ്വാഭാവികമായിട്ടും ഇപ്പോ ഈ അമ്മായിമ്മ പോരൊക്കെ ഉണ്ടാവുമല്ലോ, മരുമക്കളെ ഭയങ്കരമായിട്ട് ക്രൂശിക്കുന്ന, ഭയങ്കരമായിട്ട് വഴക്ക് പറയുന്ന, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഒരു എന്താ പറയാ പ്രശ്നങ്ങളിലൂടെ പോയിട്ടുള്ള എത്രയോ മരുമക്കൾ ഉണ്ടായിരിക്കും, പെൺകുട്ടികൾ ഉണ്ടായിരിക്കും. അപ്പോ ഈ അമ്മായിമ്മേന്റെ അടുത്തു നിന്നൊക്കെ നമ്മൾ പോന്ന് സ്വന്തമായിട്ടൊരു വീടൊക്കെ വെച്ച് അവിടെ താമസിക്കുകയാണെങ്കിലും ഇതിന്റെ ഒരു ട്രോമയിലായിരിക്കും നമ്മൾ ഉണ്ടാവുക. എത്രയാ ഒരുവിധം എല്ലാ പെണ്ണുങ്ങളോട് പറഞ്ഞാലും ഒരു 95% സ്ത്രീകൾക്കും അറിയാവുന്ന ഒരു സാധനമാണ് ഞാൻ എക്സാമ്പിൾ ആയിട്ട് എടുത്തത്. കാരണം പെണ്ണുങ്ങളുടെ ശത്രുക്കൾ പലപ്പോഴും ഇത്തരത്തിലുള്ള പെണ്ണുങ്ങൾ തന്നെയാണ്. അങ്ങനെ പിന്നെ നമ്മളൊരു തരം നമ്മൾ സേഫ് സോണിൽ എത്തി, അല്ലെങ്കിൽ നമ്മളൊരു സമാധാനത്തിൽ ഇരിക്കുകയാണെങ്കിൽ കൂടിയും നമുക്ക് അവിടെ സമാധാനം കിട്ടുന്നില്ല. നമ്മൾ ഒരുതരം ട്രോമയിലാകപ്പെട്ടു. നമ്മൾ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടണം, അവരെന്നോട് അങ്ങനെ പറഞ്ഞല്ലോ, നമ്മൾ ദോശ ഇടുമ്പോ അന്ന് എന്നോട് ദോശ ഇടുമ്പോ ഇങ്ങനെ പറഞ്ഞല്ലോ, ഞാൻ ചോറ് വെച്ചപ്പോ ആദ്യമായിട്ട് ഞാൻ ചോറ് വെച്ചപ്പോ അവരെന്നോട് ഇങ്ങനെ പറഞ്ഞല്ലോ, എനിക്കൊന്നും കുക്ക് ചെയ്യാൻ അറിയില്ല എന്ന് അവിടെയുള്ള ആളുകൾ പറഞ്ഞല്ലോ. ഇങ്ങനെ ഒരു തരം സങ്കടത്തിനകത്ത് ജീവിക്കുന്ന ഒരവസ്ഥയാണ് യഥാർത്ഥത്തിൽ നമുക്കുള്ളത്. ആണോ? നിങ്ങൾ അങ്ങനെ എഗ്രി ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയോ. നമ്മൾ പലപ്പോഴും കഴിഞ്ഞു പോയ സങ്കടങ്ങളെ എടുത്ത് നമ്മളിങ്ങനെ നമ്മളോട് തന്നെ പറഞ്ഞ് നമ്മൾ അതിൽ ഭയങ്കര സങ്കടപ്പെടുമ്പോ നമുക്ക് കിട്ടുന്ന എന്തോ ഒരു സാധനം, എന്ത് സാധനം എനിക്കറിയില്ല, അതിൽ ഡോപ്പമിൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഡോപ്പമിൻ എന്ന് പറഞ്ഞാൽ ഒരു സന്തോഷ ഹോർമോണാണ്. അത് നമ്മുടെ ദുഃഖങ്ങളിൽ അത് സന്തോഷ ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീണ്ടും നമ്മൾ ഈ ഒരു സാധനത്തിന് ഇട്ടുകൊണ്ടിരിക്കും. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത്, നമ്മൾ വിചാരിക്കും നമ്മളെ സങ്കടം പറയാൻ എനിക്കൊരാളുണ്ടെങ്കിൽ അതാണ് എനിക്ക് ഏറ്റവും നല്ലത് എന്ന് വിചാരിക്കാറുണ്ട് അല്ലെ? അങ്ങനെ വിചാരിക്കാറില്ലേ നമ്മള്? എന്റെ ഭർത്താവിനോട് എന്റെ എല്ലാ സങ്കടങ്ങളും പറയാൻ പറ്റിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നെങ്കിൽ, അങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എന്റെ എല്ലാ സങ്കടങ്ങളും അവരോട് തുറന്നു പറയാമായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ സങ്കടങ്ങൾ ഇങ്ങനെ തുറന്നു പറയുമ്പോ ഒരാളോട് പറഞ്ഞു എന്ന് വിചാരിക്കുക, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ വല്ല സങ്കടം ഉണ്ടോ നമ്മളെ കയ്യില്? നമ്മൾ പറയും
അങ്ങനെ പറഞ്ഞു തീർന്ന വല്ല സങ്കടം ഉണ്ടോ? ഞാൻ ഇത് എക്സ്പീരിയൻസ് ചെയ്തൊരു സാധനം ആയതുകൊണ്ട് കേട്ടോ നിങ്ങളോട് ഞാൻ ഇത് ഷെയർ ചെയ്യുന്നത്. അത് തീരൂല. നമ്മൾ പലപ്പോഴും വിചാരിക്കാറുള്ളത് സൈക്കോളജിസ്റ്റുകളുടെ അടുത്തൊക്കെ പോയിട്ട് നമ്മൾ ഇങ്ങനെ കുറെ പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ ഉള്ളിലുള്ളതൊക്കെ പോയി എന്നാ വിചാരിക്കുക. അപ്പൊ പോവും, അത് റിയലാണ്, അപ്പൊ പോവും. പിന്നെ നമുക്ക് അപ്പൊ തന്നെ പറയാനൊന്നും ഉണ്ടാവില്ല. പക്ഷെ വീണ്ടും പറയാന് നമുക്ക് ഉണ്ടാവും. 2-3 ദിവസം കഴിഞ്ഞാൽ ഇതേ സാധനം നമ്മൾ പിന്നെയും പറയും. അതേ ഇമോഷനോട് കൂടി നമ്മൾ കരഞ്ഞ് വിളിച്ച് നമ്മൾ പറയും. അത് ഉറപ്പാ. പക്ഷെ അത് ഇല്ലാതെ നിൽക്കണമെങ്കിൽ പിന്നെ അത് അതിന്റെ ഒരു പ്രാക്ടിക്കൽ എന്റെ ജീവിതത്തിൽ നടന്ന ഏറ്റവും വലിയ എന്നെ പിടിച്ച് കുലുക്കിയ ഒരു സംഭവമുണ്ട്. ആ സംഭവത്തില് ഞാനത് വലിയ ആളായിട്ടോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ എന്നെ കൊണ്ട് അങ്ങനെയുള്ള ചെയ്യിപ്പിച്ചു. അതിൽ നിന്നാണ് എനിക്ക് ഈ ഒരു സാധനം കിട്ടിയത്. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത് കേട്ടോ. അല്ലാതെ ഞാൻ അതിൽ വലിയ ആളായിട്ടോ അല്ലെങ്കിൽ ഭയങ്കര സംഭവമായിട്ടൊന്നും പറയല്ല. ഞാനത് എക്സ്പീരിയൻസ് ചെയ്തപ്പോ അത് സത്യമാണെന്ന് തോന്നി. അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ അത് പറയുന്നത് കേട്ടോ. ആ ഒരു സന്ദർഭത്തില് ഞാനത് ആരോടും ഷെയർ ചെയ്തില്ല എന്നുള്ളതാണ്. എന്റെ ഹസ്ബൻഡിനോട് പോലും ഞാൻ ആ വിഷയത്തിൽ ഇന്ന സങ്കടം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു സങ്കടം ആ നേരത്ത് പോലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ ഇന്നേ വരേക്കും അതിലുള്ള സന്തോഷങ്ങൾ പറയാന്നല്ലാതെ അതൊരു ദുഃഖമായിട്ട് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. ഒരു മനുഷ്യനോട് പറഞ്ഞിട്ടില്ല. അത് ഞാൻ അള്ളാഹിനോട് മാത്രം പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് അതിൽ ഒരു ദുഃഖമില്ല എന്നുള്ളതാണ്. ഇപ്പോഴും എനിക്ക് പറയാനൊന്നുമില്ല. ആ വിഷയം ആരെങ്കിലും ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചിരിച്ചിട്ടാ പറയാ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഇത് ചിരിച്ചിട്ടാണല്ലോ അതിന് മറുപടി പറയണത്. അത് ഞാൻ ഉണ്ടാക്കണതല്ല. അത് ഞാൻ അല്ല നിങ്ങൾ മാഷാഅല്ലാഹ് പറഞ്ഞാൽ നമ്മളത് പ്രാക്ടീസ് ചെയ്ത് നോക്കുമ്പോ അൽഹംദുലില്ലാഹ് അത് ഭയങ്കര റിലാക്സേഷനാണ്. നമ്മൾ അള്ളാഹായിട്ട് ആ വിഷയം അപ്പോഴും നമ്മൾ കരഞ്ഞു വിളിച്ചിട്ട് അള്ളഹാനോട് നമുക്ക് സംസാരിക്കാം. അള്ളഹാനോട് എങ്ങനെ പോണെങ്കിലും അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൻ വരീദ അല്ലെ, എത്ര അടുത്താണ് അള്ളാഹ് നിൽക്കുന്നത്. പക്ഷെ ആകാശത്ത് ഉള്ള അള്ളഹാനോടാണ് നമ്മൾ സംസാരിക്കുന്നത് അല്ലെ. അപ്പോ ആ ഒരു സംസാരം എപ്പോഴും നമുക്ക് തുറന്നു പറയാം. നമ്മളെല്ലാം പറയാൻ നമുക്ക് അള്ളാഹ് ഉണ്ടാകുമ്പോ വേറൊരാളോട് നമുക്ക് പറയണം എന്ന് തോന്നുന്നില്ല. ഇനിയിപ്പൊ അങ്ങനെ നമുക്കൊരു പ്രയാസം തോന്നുകയാണ് എങ്കിൽ നമുക്ക് എഴുതാം. എഴുതി നോക്കൂ. നമ്മൾ പലപ്പോഴും സങ്കടങ്ങള് കൂടുതൽ പറയുന്ന ആളെക്കാളും പറയാത്ത ആൾക്കാണ് അത് കൂടുതലായിട്ട് എന്താ പറയാ ആ ഒരു വിഷമത്തെ ഫേസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരിക്കുക. ഇപ്പൊ നമ്മളൊക്കെ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടല്ലോ. ആ പ്രശ്നം ഒരാളോട് പറഞ്ഞു കഴിയുമ്പോഴാണ് വീണ്ടും നമുക്കത് ഒരാളോട് പറയാൻ തോന്നുക. അതാണ് ഏറ്റവും കൂടുതൽ ദുഃഖമായിട്ടുണ്ടാവുക. പക്ഷെ പറയാത്തൊരു വിഷമം വിഷമം കുറഞ്ഞു വരിക ചെയ്യുക. വേണമെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമത്തെ ഒരു പോയിന്റ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളെ മൈൻഡിലേക്ക് ഇന്നലെ പറഞ്ഞ ഒരു വിഷയമായിരുന്നു നെഗറ്റീവ് തോട്ട്സ് നമ്മളെ ചിന്തകളിലേക്ക് വരുമല്ലോ. ഈ നെഗറ്റീവ് തോട്ട്സിനെ കൊണ്ടാണല്ലേ നമ്മൾ വഴിയാധാരമായത് അല്ലെ. നെഗറ്റീവ് തോട്ട്സ് ഇന്നലെ പറഞ്ഞത് എത്ര ചിന്തകളാണ് ഒരാൾക്ക് വരുന്നത്? ഇന്നലെ പങ്കെടുത്ത ആളുകൾ ഉണ്ടാവുമല്ലോ അല്ലെ. 60,000 to 80,000 60,000 to അല്ലെ 80,000 വരെയാണ് 70,000 അല്ലെങ്കിൽ 80,000 വരേക്കുമാണ് ഒരാളെ മനസ്സിനകത്ത് കൂടെ പോണ ചിന്തകള്. ആലോചിച്ച് നോക്കിയേ, എണീക്കുന്നത് മുതൽ നമ്മൾ ഇതാണ് ചെയ്യുന്നത്. അപ്പോ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അതിനെ എങ്ങനെ നമുക്ക് പോസിറ്റീവ് ആക്കാം എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ മൂന്നാമതായിട്ട് നോക്കുന്നത്. അതെന്താന്ന് വെച്ചാല് പറയാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ നിങ്ങളുടേതായ അഭിപ്രായങ്ങളും പറയുന്നുണ്ട് കേട്ടോ. അപ്പോ ഈ ചിന്തകളെ ശ്രദ്ധിക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് അതിലെ ഒന്നാമത്തെ കാര്യം. നമ്മൾ ചിന്തിക്കുന്നില്ല. കാരണം ഈ 60,000 ചിന്തകളൊക്കെ ഒരു മനുഷ്യന്റെ മനസ്സിൽ കൂടെ പോകണുണ്ടോ എന്ന് വെച്ചാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോയില്ലേ. നമ്മൾ അത്ഭുതപ്പെട്ടു പോയി. എന്ന് വെച്ചാൽ ഇത്രയും ചിന്തകൾ പോണെന്ന് നമ്മൾ അറിയില്ല. അപ്പൊ ഞാൻ ഈ പറയുമ്പം എന്താ പറയണത്, ഇത് ശരി തന്നെയാണ്, ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ നമ്മളുടെ മനസ്സുകളിലൂടെ പോകുന്നുണ്ടാവും. പല കാര്യങ്ങളും ഇപ്പൊ ചിന്തിക്കുന്നുണ്ടാവും. അപ്പോ ഇത് നമ്മൾ പോലും അറിയാതെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താന്ന് വെച്ചാൽ, നിങ്ങളുടെ ഒന്നും ഫേസ് കാണാത്തോണ്ടേ നിങ്ങളുടെ റിയാക്ഷൻ എങ്ങനെയാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഏതായിരുന്നാലും ഞാൻ പറയാം, അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ചിന്തകളെ ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളത്. നിങ്ങൾ ഫോക്കസ് ഓൺ യുവർ തോട്ട്സ്. നിങ്ങളുടെ ചിന്തകളെ ഒന്ന് ശ്രദ്ധിക്കുക. എങ്ങനെ ചിന്തകളെ ശ്രദ്ധിക്കുക? ഞാനിപ്പോ എന്താണ് ചിന്തിക്കുന്നത് നമ്മുടെ മനസ്സിൽ കുറച്ച് പാടുള്ള പണിയാണ്. പക്ഷെ നമ്മൾ 1-2 ദിവസം 3 ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ 4ാമത്തെ ദിവസം നമുക്ക് തീരെ ഈസി ആയിട്ടുള്ള ഒരു പണിയായിട്ട് മാറും. നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ, നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ, നമ്മൾ വായിക്കുമ്പോൾ, നിസ്കരിക്കുമ്പോൾ വരെ നമ്മളുടെ ചിന്തകൾ വരുന്നുണ്ട് അല്ലെ.
ഇത് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുക നമ്മൾ നിസ്കരിക്കുന്ന സമയത്താണ്. ഇത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഇത് റെഡിയാക്കിയിട്ടുണ്ടെങ്കിൽ. എന്നോട് ഞാൻ ഇസ്ലാം സ്വീകരിക്കുന്ന മുമ്പേ ഒരു പിന്നെ ലേഡി എന്നോട് പറഞ്ഞ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്നുണ്ടെന്ന് മനസ്സിലായപ്പോൾ അവർ പറഞ്ഞതിന്റെ അടുത്ത് നിസ്കരിക്കുമ്പോൾ ഒരുപാട് ചിന്തകൾ വരികയാണ്. അപ്പൊ എന്താ നമ്മൾ ചെയ്യുക? അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? എനിക്ക് വേണ്ടി ദുആ ചെയ്യുകൊണ്ടു എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനത്തെ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അപ്പൊ എന്താ എനിക്ക് തോന്നണം, അപ്പോഴൊക്കെ ഞാൻ പറയുകയൊക്കെ ചെയ്യും. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറഞ്ഞൂടെ എന്ന് ഞാൻ ചോദിച്ചു. പിന്നെ ഞാൻ അങ്ങനെ വിചാരിച്ചു, ഇങ്ങനെ ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ഇങ്ങനെ നിസ്കരിക്കുമ്പോൾ പറയാൻ പറ്റില്ലല്ലോ. എങ്ങനെയാണ് ആ ചിന്തനെ നമുക്ക് ഒരു നെഗറ്റീവ് ചിന്ത നമ്മളിലേക്ക് വരുമ്പോൾ അത് നമ്മൾ ഒഴിവാക്കാൻ പറ്റുക, അല്ലെങ്കിൽ പോസിറ്റീവ് ആക്കാൻ പറ്റുക? അതിൽ ഒന്നാമത്തെ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞതുപോലെ നമ്മളെ ചിന്തകളെ ശ്രദ്ധിക്കുക. ഓക്കെ, റെഡിയാണോ? ചിന്തകളെ ശ്രദ്ധിക്കുക. ചിന്തകളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് പോസിറ്റീവ് ചിന്തകളും വരും, നെഗറ്റീവ് ചിന്തകളും വരും. അതിലൊരു 85% നെഗറ്റീവ് ചിന്തകളായിരിക്കും വരിക. ആ സമയത്ത് നമ്മൾ അതിനെ ഒന്ന് കട്ട് ചെയ്യാൻ ശ്രമിക്കുക. നെഗറ്റീവ്, ഇപ്പോ കുട്ടികൾ കളിക്കാൻ പോയിട്ട് കുട്ടികൾ എത്തിയിട്ടില്ല, ഫസ്റ്റ് തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരിക നെഗറ്റീവ് ആയിരിക്കും, അല്ലെ? ഇപ്പം ഒരു സൗണ്ട് കേട്ടു ഫസ്റ്റ് നമ്മൾ ഞെട്ടിപ്പടഞ്ഞ് എണീക്കും, അല്ലെ? ഞാനാണെങ്കിലും എണീക്കും. ഞാൻ നിങ്ങളെ പറയല്ല, എണീക്കും. എന്തോ ഒരു സംഭവം അവിടെ സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരിക ഒരു ചീത്ത കാര്യമായിരിക്കും, അല്ലെ? അപ്പൊ ചിന്തകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ വലിച്ചു കൊണ്ടുപോകാൻ നെഗറ്റീവിലേക്കായിരിക്കും. അപ്പൊ ആ നെഗറ്റീവ് ചിന്ത വരുമ്പോൾ നമുക്ക് അവിടെ ഒന്ന് കട്ട് ചെയ്യണം. നമ്മൾ അതിന് വേണ്ടി ഉപയോഗിക്കാൻ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് വേണേൽ പറയാം. ആ ഒരു സാധനം വരുമ്പോൾ നെഗറ്റീവ് വരുന്നുണ്ടല്ലോ, കുറച്ചോനെ ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം വേണമെങ്കിൽ പറയാം. ഞാൻ അങ്ങനെ പറയാറുണ്ട്. അല്ലെങ്കിൽ അത്രയും ഇതില് എനിക്ക് അപ്പൊ തന്നെ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറയും. ഞാൻ കട്ട് ചെയ്ത് തന്നെ വിടും. ഞാൻ വേണ്ട എന്നുള്ള രീതിയിൽ അത് കട്ട് ചെയ്ത് തന്നെ വിടും നമ്മൾ. അത്രയും ഇതിൽ നമുക്ക് കിട്ടണില്ല എന്ന്, നോ അത് വരണ്ട, എനിക്കത് വേണ്ട, ഞാനത് ചിന്തിക്കണില്ല. അപ്പൊ ഞാൻ 1-2 സെന്റൻസ് അത് ഞാൻ പറയല. എനിക്കിപ്പോ ആ ചിന്ത വരണ്ട, ഞാനിപ്പോ അത് ചിന്തിക്കണില്ല, ഞാൻ പോസിറ്റീവായിട്ട് ചിന്തിക്കുകയാണെന്നൊക്കെ ഞാൻ പറയല. അപ്പൊ അത്രയും നമ്മളെ മനസ്സിലേക്ക് നെഗറ്റീവ് വരുമ്പോൾ നമുക്ക് ഉപയോഗിക്കാവുന്ന, അല്ലെങ്കിൽ അതില് എന്താ പറയാ, അത് പ്രാക്ടിക്കൽ ലെവലിൽ കൊണ്ടുവന്നിട്ട് അൽഹംദുലില്ലാഹ് സക്സസ് ആയ ഒരു സാധനമാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാല് അത് വരുന്ന സമയത്ത് ഒന്നില്ലെങ്കിൽ നിങ്ങളുടേതായ ഒരു ടെക്നിക്ക് അവിടെ ഉപയോഗിക്കുക. ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം പറയാം. അതെ, നമസ്കരിക്കുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നതെന്ന് അറിയോ? അതിലേക്ക് നമുക്ക് വരാം. ഓക്കെ, പിന്നെ ഈ 2 ടെക്നിക്ക്, ഒന്ന് നമ്മളുടെ ചിന്തയെ ശ്രദ്ധിക്കുക, അത് നെഗറ്റീവ് ആകുമ്പോൾ അത് കട്ട് ചെയ്യാൻ ശ്രമിക്കുക. കട്ട് തന്നെ പറഞ്ഞോളൂ നിങ്ങൾ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ സ്റ്റോപ്പ് കട്ടണോ, അല്ലെങ്കിൽ ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്നാണോ, അല്ലെങ്കിൽ നോ ഞാനിപ്പോ ചിന്തിക്കുന്നില്ല അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി രസാട്ടോ. ഇനിയിപ്പോ എനിക്ക് ചിന്തിക്കാനിപ്പോ നേരമില്ല, ഞാൻ ചിന്തിക്കണില്ല, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ എഫക്റ്റീവ് ആണ്. മൂന്നാമത് എന്താന്ന് വെച്ചാല് പിന്നെ അതിൻ്റോടൊപ്പം തന്നെ 2-3 പോസിറ്റീവ് ചിന്തകൾ ഇടുക. ഇപ്പോ മക്കൾ പഠിക്കും, എന്റെ മോന് പിന്നെ ഒരു വിഷയം ടഫാണോ, അല്ലെങ്കിൽ എന്റെ മോനിപ്പം പഠിക്കുന്നില്ലേ, ഇങ്ങനത്തെ രീതിയിലുള്ള ചിന്തകൾ നമുക്ക് ഇങ്ങനെ വരികയെന്ന് വിചാരിച്ചോളൂ. അപ്പൊ നമ്മൾ വിചാരിക്കുക, ഞാൻ എക്സാമ്പിൾ പറയാൻ കേട്ടോ, നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിലൊക്കെ ചിന്തിക്കുക. അപ്പൊ അങ്ങനെ വന്നിട്ട് എന്നെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുക, എനിക്ക് പ്രയാസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, എന്റെ മോന് പിന്നെ നല്ല രീതിയിൽ മാർക്ക് മേടിക്കുന്നതും അവന് പിന്നെ ആ വിഷയം നന്നായിട്ട് അറിയണതും ഒക്കെ ആയിട്ട് നമ്മൾ അങ്ങോട്ട് ചിന്തിക്കുക. അത് നന്നായിട്ട് അങ്ങനെ ആ രീതിയിൽ ചിന്തിക്കുക. അത് പോസിറ്റീവായിട്ട് 1-2 കാര്യങ്ങൾ കൂടെ അതിന്റെ കൂടെ ഒരു എക്സ്ട്രാ ചിന്തിക്കുക. എപ്പോഴും ഇപ്പോ ഒരാള് 60,000 ചിന്തകളാണ് മനസ്സിലുള്ളത് എന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ഉണ്ടാവും, നെഗറ്റീവ് ഉണ്ടായിരിക്കും. എപ്പോഴും ആ പോസിറ്റീവ് ചിന്തകൾ കൂട്ടിക്കൊണ്ടുവരിക, നെഗറ്റീവിനെ കുറച്ചു കൊണ്ടുവരിക. അങ്ങനെ ആവുമ്പോ നമ്മളെ മനസ്സ് ഒരുപാട് ക്ലിയർ ആവും. അത് ഭയങ്കര ഫീലാ. അത് ഒരു 1.5 ഫീലാണ്. അത് അനുഭവിച്ചറിയന്നെ വേണം. അൽഹംദുലില്ലാഹ്. അപ്പൊ നിങ്ങൾ റെഡിയാണോ? ഈ നിമിഷം മുതൽ നിങ്ങൾ അതിന് റെഡിയാണോ? റെഡിയാണോ? ഓക്കെ, നിങ്ങൾ ടൈപ്പ് ചെയ്താൽ മതി. ഒരു എസ് ഇട്ടാൽ മതി, എനിക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാ. കാരണം ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നില്ല എന്നൊക്കെ ഒരു തോന്നലാണ്. ഓക്കെ ശരി മാം. അപ്പോ പിന്നെ റെഡി ആണെന്നുണ്ടെങ്കിൽ ഒരു ചെറുതായിട്ട് ഞാനതൊന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം എങ്ങനെയാന്നുള്ളത്. ആ തോട്ട്സിനെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കണ്ണടച്ചിരുന്ന് നോക്കിയോ. നിങ്ങളെ തോട്ട്സിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഒന്ന് കണ്ണടച്ചിരിക്കട്ടോ എല്ലാവരും. എന്നിട്ട് നമ്മളെ ചിന്തകൾ ഒന്നിങ്ങനെ ശ്രദ്ധിച്ചു നോക്കൂ. നമ്മൾ ചിന്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടോ? ചിന്തകളിലൂടെ പല സാധനങ്ങളും കടന്നു പോകുന്നുണ്ടായിരിക്കും. നെഗറ്റീവായിട്ടുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്ത് കട്ട് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുക, എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് അതിനെ ബ്ലോക്ക് ചെയ്തോളി. കണ്ണടച്ചിരിക്കുമ്പോൾ പല ചിന്തകളും വരും, അല്ലെങ്കിൽ കൊണ്ട് ശൂന്യമായി പോകും. ഞാൻ പെട്ടെന്ന് കണ്ണടയ്ക്കാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ശൂന്യമായി പോയിട്ടുണ്ടായിരിക്കും.
പല ചിന്തകളും ചിലപ്പോൾ അങ്ങനെ മനസ്സിലേക്ക് വരുന്നുണ്ടായിരിക്കും. ഇവരിത് എപ്പോഴാ തുടങ്ങുക, ഇനിയിപ്പോ ഒരു പിന്നെ എത്ര നേരമാണോ ഇത് വരുന്നത്, ഇതൊക്കെ ഇങ്ങനെ ഉണ്ടായിരിക്കും. അപ്പൊ ചെയ്യേണ്ടത് ഇതാണ്. ഇനി കണ്ണു തുറന്നോളൂ. നിങ്ങൾ ഇടയ്ക്ക് ചെയ്യേണ്ടത് എന്താണ്, ചിന്തകൾ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവുക പോലുമില്ല. കാരണം ഇത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇതിനെ ക്യാച്ച് ചെയ്യാൻ പറ്റണില്ല. ക്യാച്ച് ചെയ്യാൻ പറ്റണില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്നിങ്ങനെ ചിന്തയെ ശ്രദ്ധിക്കാൻ വേണ്ടി ശ്രമിക്കുക. കണ്ണടച്ചിട്ട് ഇങ്ങനെ ഒന്ന് ശ്രമിക്കുക. അപ്പൊ പല ചിന്തകളും ഇങ്ങനെ മനസ്സിലേക്ക് വരും. പെട്ടെന്ന് ഞാൻ കണ്ണടയ്ക്കാൻ പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ബ്ലാങ്ക് ആയിട്ടുണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുക വെച്ചാല്, ഒരു ഹോംവർക്ക് എന്നുള്ള രീതിയിൽ കുട്ടികൾക്കൊക്കെ എഴുതൂലേ HW എന്ന്, ഹോംവർക്ക് പോലെ നിങ്ങൾ അവിടെ എഴുതിക്കോ സൈഡായിട്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചെയ്യണം. അതിന്റെ റിസൾട്ട് കിട്ടണം. എന്നിട്ട് നിങ്ങൾ ആ ചിന്തേനെ ഒന്നിങ്ങനെ ഒന്ന് ഇതേപോലെ കണ്ണടച്ചിട്ട് ചിന്തകളെ ശ്രദ്ധിക്കുക. നെഗറ്റീവ് ചിന്ത വരുമ്പോൾ അവിടെ കട്ട് ചെയ്യുക. പോസിറ്റീവ് ചിന്തകൾ എക്സ്ട്രാ അവിടെ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. എന്നും രാവിലെ എണീറ്റ് രാത്രി കിടക്കണ വരേക്കും നിങ്ങൾക്ക് എന്തായിരുന്നാലും 60,000 ചിന്തകളിനകത്ത് ഒരു 4,000 ചിന്തകളും പോസിറ്റീവായിട്ട് തന്നെ വേണമെന്ന് നിർബന്ധം പിടിക്കുക. നമുക്കത് ചെയ്യാൻ സാധിക്കും. നമ്മൾ അതിലും വലുത് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പോ ഞാൻ വേമേം പോട്ടെ, കുറച്ചെത്തിയിട്ടുള്ളൂ. എനിക്ക് ഇന്നലെ ഒരു എന്താ ഞാൻ കേട്ടിട്ടില്ല. ഓക്കെ, പിന്നെന്താ, പിന്നെ ഇത് നല്ല ചിന്തകൾ വരാൻ വേണ്ടിയിട്ട് എനിക്ക് ഞാൻ ചെയ്യാറുള്ള സാധനം എന്താണെന്ന് വെച്ചാല്, നമ്മളുടെ സമയത്തെ നമുക്ക് ഇങ്ങനെ പല ഫ്രീ ടൈം കിട്ടുമ്പോഴാണ് കൂടുതലായിട്ട് ഇങ്ങനത്തെ സംഭവങ്ങൾ വരിക, നെഗറ്റീവ് തോട്ട്സ് വരിക. നമ്മൾ ബിസി ആകുമ്പോൾ അങ്ങനെ വരൂല. അതില് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം എന്താന്ന് വെച്ചാല്, നമ്മൾ കൂടുതലായിട്ട് ഹംദ് വർദ്ധിപ്പിക്കുക. അൽഹംദുലില്ലാ എന്നുള്ള സംഭവം വർദ്ധിപ്പിക്കുക. നമ്മൾ ചിലപ്പോൾ 100 തവണയും 1000 തവണയും ഒക്കെ ഹംദ് പറയാറുണ്ട് അല്ലെ? അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. എപ്പോഴെങ്കിലും ആ അൽഹംദുലില്ലാ പറയുമ്പോൾ നിങ്ങൾക്ക് കണ്ണിന്ന് വെള്ളം വന്നിട്ടുണ്ടോ? ഇങ്ങനെ അൽഹംദുലില്ലാ 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 ഇങ്ങനെ നമ്മൾ എണ്ണില്ലേ? അങ്ങനെ എണ്ണി പറയുമ്പോൾ നിങ്ങൾ കണ്ണിന്ന് വെള്ളം വന്നിട്ടുണ്ടോ? അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ട്, ഹംദ് പറഞ്ഞിട്ട്, അള്ളാഹിനോടുള്ള നന്ദി പറഞ്ഞിട്ട് നമ്മളെ കണ്ണിന്ന് വെള്ളം വന്നിട്ടുണ്ടോ? ഇല്ലാന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ട്. വന്ന ആരെങ്കിലും ഉണ്ടോ? എന്താ വരാത്തതാവൂലേ? അതായത് അൽഹംദുലില്ലാന്ന് അസ്സലാമു അലൈക്കും നമ്മൾ പറയുമ്പോഴത്തേക്ക് അള്ളാഹു തന്ന ഓരോ അനുഗ്രഹത്തെയും നമ്മൾ ഓർത്തുകൊണ്ട് ആ ഒരു അൽഹംദുലില്ലാ പറയുമ്പോൾ റബ്ബിന്റെ അനുഗ്രഹം ഓർത്തുകൊണ്ട് പറയുമ്പോൾ നമുക്ക് വേറൊരു ശ്രദ്ധയിലോട്ട് പോകത്തില്ല. അതേപോലെ ഇന്നലെ നിസ്കാരത്തിൽ ഒരു ഇതുണ്ടായി. ഇപ്പൊ ഈ പറഞ്ഞതിന് കറക്റ്റ് ഉദാഹരണം. അതായത് ഞാൻ ഇന്നലെ നിസ്കരിച്ചപ്പോൾ ലൊഹറാന്ന് നിഴൽ എന്റെ മുസല്ലായിൽ അടിക്കുന്നു, നിസ്കരിക്കുക. അന്നേരം അവിടെ എനിക്കത് പല രൂപമായിട്ട് ഇങ്ങനെ എന്റെ മനസ്സിൽ പിശാചി തോന്നിപ്പിക്കുന്നു. പക്ഷേ എങ്കിൽ അന്നേരം എന്റെ മനസ്സിൽ ഉടനെ വന്ന് ആ നിഴലിനെ സൃഷ്ടിച്ച റബ്ബിനെ ഞാൻ ഇബാദത്ത് ചെയ്യുന്നത്. മനസ്സിലായ? ആ നിഴലിനെ സൃഷ്ടിച്ച ആരാ? റബ്ബല്ലേ? ആ റബ്ബിനല്ലേ ഞാൻ ഇബാദത്ത് ചെയ്യുന്നത്. ആ നിഴലിന് പല രൂപമായിട്ട് അങ്ങനെ എന്റെ മനസ്സിൽ ആ ഒരു പോസിറ്റീവ് ചിന്ത ഞാൻ കൊടുത്തു. അങ്ങനെ വന്നു ആ നിഴലിനെ സൃഷ്ടിച്ച റബ്ബിനെ ഞാൻ ഇബാദത്ത് ചെയ്യുന്നു. അന്നേരം ആ ഒരു ഇതിലേക്ക് അൽഹംദുലില്ലാ അങ്ങനെ തോട്ടിനെ അവിടെ കൊടുക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ കാര്യമാണ്. ഇനി നമ്മൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്ഭുതം തോന്നും. നമ്മൾ നിസ്കരിക്കുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് അങ്ങനെ ഒരു ചിന്ത വരികയില്ല എന്നുള്ളതാണ്. പോസിറ്റീവ് തോട്ട്സിൽ മാത്രം ജീവിക്കുന്ന ഒരു അവസ്ഥ നമ്മളിൽ വന്നു കഴിഞ്ഞാൽ നെഗറ്റീവ് തോട്ട്സ് വരുമ്പോ തന്നെ നമുക്കത് വേണ്ട, നമ്മളെ മനസ്സ് തന്നെ പുറത്തേക്ക് തള്ളും. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തും. ഒരാഴ്ച നമ്മൾ കണ്ടിന്യൂസ് ആയി ചെയ്താൽ തന്നെ നമ്മളിൽ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അൽഹംദുലില്ലാ നല്ലൊരു പോയിന്റ് ആണ് കേട്ടോ. അതേപോലെ അൽഹംദുലില്ലാ എന്നുള്ളത്, ഈ ഹംദ് നമ്മൾ വെറുതെ ഇങ്ങനെ പറയുമ്പോൾ, കാരണം നമ്മൾ ഒന്നാമത് നമുക്ക് ആ ഒരു ഭയങ്കര ലാംഗ്വേജിന്റെ ആ ഒരു ഇതൊന്നും നമുക്ക് അറിയില്ല അല്ലെ? അപ്പം അല്ലാഹുവിനാണ് സർവ്വസ്തുതി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഫീൽ കിട്ടും. പക്ഷെ അൽഹംദുലില്ലാ പറയുമ്പോൾ നമുക്ക് അത്ര ചിലപ്പോൾ ഫീൽ കിട്ടിക്കോളണമെന്നില്ല. ഓരോരുത്തർ ഓരോ പോലെ കേട്ടോ. അറബി ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോ നമുക്ക് തന്ന അനുഗ്രഹങ്ങളെ ഞാൻ നേരത്തെ പറഞ്ഞത്, പിന്നെ ഒരു ഇത്ത പറഞ്ഞല്ലോ, ആ അനുഗ്രഹങ്ങൾ എടുത്തു പറയുമ്പോ കുറച്ചും കൂടെ ഒരു ഫീൽ ഉണ്ടായിരിക്കും. നമ്മൾ കരഞ്ഞു പോകും, നമ്മളെ കണ്ണ് നിറയും. നമുക്ക് അത്രയും, കാരണം അള്ളാന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ നിങ്ങളുടെ താഴെയുള്ള ആളുകളെ നോക്കിക്കോളി, നിങ്ങളെ ജീവിതം നിങ്ങൾക്ക് സൂപ്പറാവും. പിന്നെ നമ്മൾ ജീവിക്കുന്ന വീട്, നമ്മള് പിന്നെ എന്തെടുത്ത് നോക്കിയാലും നമ്മളെ ശരീരം, നമ്മളെ കാഴ്ച, കേൾവി, പല ആളുകളും ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ലക്ഷൂറിയസ് ലൈഫിലായിരിക്കും ചിലപ്പോൾ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കാണാൻ കഴിയാത്ത ആളുടെ മുന്നിൽ കാഴ്ച എന്ന വലിയ സൗഭാഗ്യമായിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. സംസാരിക്കാൻ കഴിയാത്തവന്റെ മുന്നിൽ വലിയൊരു സൗഭാഗ്യമായിട്ടുള്ള സംസാരമാണ് ആയിട്ടിരിക്കുന്ന ആളുകളാണ് നമ്മൾ. അതുപോലെ തന്നെ കേൾവി, എന്ത് തന്നെ ആണെന്നുണ്ടെങ്കിലും. പിന്നെ സ്മെല്ല് കിട്ടാത്ത ഒരാളെ ഞാൻ പരിചയപ്പെട്ടു. സ്മെല്ല് കിട്ടൂല,
ഭക്ഷണ സ്മെല്ല് കിട്ടൂല എന്ന് പറയുമ്പോൾ അയാൾ പറയാ എനിക്കറിയില്ല ബിരിയാണിന്റെ സ്മെല്ല് എന്താണ്, എനിക്കറിയില്ല മുല്ലപ്പൂവിന്റെ സ്മെല്ല് എന്താണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പൊ സ്മെല്ല് അത് അറിയാത്ത ആൾക്കാർ നമ്മളങ്ങനെ വിചാരിച്ചു പോകും അല്ലെ. അപ്പൊ അത് കിട്ടിയ ആളാണ് നമ്മള്. അങ്ങനെ ഓരോ കാര്യങ്ങളും അള്ളാഹിനോട് നമ്മൾ നമ്മള് എന്താ വെച്ചാല് ഈ നിമിഷം വരേക്കും നമ്മളെ ജീവിതത്തിൽ നൽകിയിട്ടുള്ള എല്ലാവിധ സൗഭാഗ്യങ്ങൾക്കും നമുക്ക് അൽഹംദുലില്ലാ പറയാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അറിയാതെ കരഞ്ഞു പോകും. നമ്മളെ കണ്ണിന്ന് കരച്ചിൽ എന്ന് പറഞ്ഞാല് സന്തോഷത്തിന്റെ കരച്ചിലായിരിക്കും. പിന്നെ നമ്മൾ ഉയരങ്ങളിലേക്ക് നോക്കിയിട്ട് നമ്മൾ ഒരിക്കലും സങ്കടപ്പെടൂല. ഇന്നത്തെ ഒരു ട്രെൻഡ് എന്താന്ന് വെച്ചാല് ഇപ്പൊ യൂട്യൂബിലൊക്കെ പല ആളുകളും ഇൻസ്റ്റയിലൊക്കെ ഭയങ്കര പിന്നെ എന്താ പറയാ ഈ ഭയങ്കര ഏൺ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവില്ല, പൈസ ഒരുപാട് കിട്ടുന്ന ആൾക്കാര്. അവര് ലൈഫ് ഇങ്ങനെ ഭയങ്കര രീതിയിൽ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാണ്. പല സ്ഥലങ്ങളിലേക്കും പോണു. അവരുടെ പിന്നെ കിച്ചൺ കാണിക്കണു, അവരവരുടെ ഡ്രസ്സ് നമുക്ക് കാണിച്ചു തരുന്നു. ഇതൊക്കെ കാണും. അവരെ പിന്നെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള വാച്ച്, മാല, വള ഇതൊക്കെ കാണിക്കുന്നു. അപ്പൊ ഉള്ളിനകത്ത് നമുക്ക് ഇവർക്ക് ഇതൊക്കെ ഉണ്ടല്ലോ അല്ലെ, ഇവരെ അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണല്ലോ അല്ലെ പഠിച്ചോനെ, ഇവർ എന്നും ട്രിപ്പാണല്ലോ. ഈ ഒരു സാധനം നമ്മുടെ മനസ്സിലേക്ക് എന്തായിരുന്നാലും കടന്നു വരും. അവരുടെ ലൈഫ് നമ്മളിങ്ങനെ കാണുകയാണ്. അപ്പൊ ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഇങ്ങനെ നോക്കുക, ഉയർന്നു നിൽക്കുന്ന ആളുകളുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഇങ്ങനെ നോക്കുക. നമുക്കൊന്ന് താഴത്തേക്ക് നോക്കാം. ഒരു ഉടുതുണിയും പിച്ചച്ചട്ടിയും മാത്രമുള്ള ഒരാള് മുതല് അങ്ങനെ ഇഷ്ടം പോലെ മനുഷ്യന്മാരുണ്ട് ഈ ലോകത്ത്. പക്ഷെ നമുക്ക് പട്ടിണി എന്ന് പറഞ്ഞ ഒരു സാധനം നമുക്ക് എപ്പോഴെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടോ? നമുക്ക് വിശപ്പ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ റമദാന്, നോമ്പിന് അല്ലാത്ത സമയത്ത് നമ്മള് വിശപ്പ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരിക്കാം. പക്ഷെ പട്ടിണി എന്ന് പറഞ്ഞാൽ അതിലും വലിയൊരു ഫീലാ. അത് നമ്മൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ല. അപ്പോ അങ്ങനത്തെ ഒരു അവസ്ഥയൊന്നും ഇല്ലാതെ അള്ളാഹ് കാക്കട്ടെ. അപ്പോ പിന്നെ അങ്ങനെ നമ്മൾക്ക് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്ന നമ്മളുടെ ഒരു ജീവിതം ഉണ്ടല്ലോ, ഈ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ പലരും ആഗ്രഹിക്കുന്ന ഒരു സാധനം. നമ്മളെ വീട്ടിലൊരു വണ്ടി ഉണ്ടോ, നമ്മൾക്കൊരു 4 വീലർ ഉണ്ടോ, നമുക്കൊരു 2 വീലർ ഉണ്ടോ, അത് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. നമുക്കൊരു വീടുണ്ടോ, നമുക്കൊരു പിന്നെ കിടക്കാനൊരു സ്ഥലം ഉണ്ടോ, ആ വീട് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. നമുക്ക് സ്വർണത്തിന്റെ എന്തെങ്കിലും ഉണ്ടോ, അത് ആഗ്രഹിക്കുന്ന എത്രയോ പെൺകുട്ടികൾ ചിലപ്പോൾ ഉണ്ടാവും. അങ്ങനെ നമ്മൾക്ക് ജീവിതത്തിൽ അള്ളാഹ് തന്നിട്ടുള്ള ഓരോ സാധനത്തെയും കുടിച്ചുകൊണ്ട് നമുക്ക് അൽഹംദുലില്ലാ എന്ന് പറയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയാതെ കരഞ്ഞു പോകും. അപ്പോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ നമ്മൾ ചിലപ്പോൾ സിറ്റുവേഷൻ ബേസ്ഡ് നമ്മൾ എന്തെങ്കിലും കുട്ടികൾ ഇങ്ങനെ പറഞ്ഞിട്ട് വരും എനിക്ക് ഇതേ ഉള്ളൂ. അപ്പൊ നമ്മൾ പറയും ഇതിലുള്ള കാര്യത്തിന് നമുക്ക് അൽഹംദുലില്ലാ പറ നീ എന്ന് പറയും ഇല്ലേ നമ്മള്. അതൊരു ഭയങ്കര ടീച്ചിങ്, അതൊരു ഭയങ്കര നമ്മള് വെറുതെ അൽഹംദുലില്ലാ പറയുന്നതിൽ നമുക്ക് കിട്ടിയ ഒരു അനുഗ്രഹം നമ്മൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി നിഷ്കളങ്കമായ അൽഹംദുലില്ലാ അത് ഉൾക്കൊണ്ട് പറയുമ്പോൾ അതിൽ ഭയങ്കര ഇതാണ്. അള്ളാഹുവിന്റെ ലൈൻ ശക്കർത്തും ലസീദ് എന്നൊക്കെ, നിങ്ങൾ നന്ദി കാണിച്ചാൽ ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും എന്ന് അള്ളാഹ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അള്ളാഹു എപ്പോഴും നമ്മളോട് പറയുന്നത് നന്ദിയുള്ള അടിമയാവാൻ വേണ്ടിയിട്ടാണ്. ആ നന്ദിയുള്ള അടിമയിലേക്ക് നമ്മൾ മടങ്ങുമ്പോൾ ഞാൻ ഇസ്ലാം സ്വീകരിച്ചു എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അത് ഇതിന്റെ ടോപ്പ് മോസ്റ്റ് ലെവലാണ്. കാരണം അതിന്റെ ഒരു പ്രാക്ടിക്കൽ സൈഡാണ്. അള്ളാഹുലേക്ക് തിരിച്ചു വരികയാണ്. എല്ലാം ഞാൻ അംഗീകരിച്ചിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും എനിക്ക് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും അള്ളയാണ് തന്നത് എന്നത് ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ അത് ഉൾക്കൊണ്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഇസ്ലാമിലേക്ക് വന്നതാണ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു പ്രാക്ടിക്കൽ സൈഡാണ് വന്നത്. അതുകൊണ്ടാണ് അള്ളാഹ് നമുക്കത് ആ ഒരു സമാധാനത്തിന് പെട്ടെന്ന് തന്നെ നമ്മളെ മനസ്സിലേക്ക് ഇട്ട് തരുന്നത്. അപ്പോ നമ്മൾ ഇന്ന് മുതൽ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ ഓരോന്നായിട്ടൊന്ന് എണ്ണി നോക്കിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളൊരു പെന്നും പേപ്പർ കൊടുത്തിട്ടില്ലേ, ഒരു പെട്ടെന്നൊരു 10 അനുഗ്രഹം ഒന്ന് പെട്ടെന്ന് എഴുതിക്കേ. ഞാൻ ഇപ്പൊ കുറെ ലിസ്റ്റ് ഒക്കെ അങ്ങനെ പറഞ്ഞല്ലോ, ഒരു 10 എണ്ണം പെട്ടെന്ന് എഴുതി കഴിഞ്ഞാൽ നിങ്ങളൊരു ഡൺ എന്നുള്ളതിന്റെ ഒരു ഡിയോ എന്തെങ്കിലും ഇട്ടാൽ മതി. ഡണ്ണോ അല്ലെങ്കിൽ ഡിയോ ഇട്ടാലും മതി, എനിക്ക് മനസ്സിലാവാൻ വേണ്ടിട്ടാ ടൈം. അല്ലെങ്കിൽ പിന്നെ ഞാനും കൂടെ എഴുതാം. മനസ്സിലോർത്താ മതിയാവും. എഴുതിക്കോ, പെണ്ണില്ലേ, വെറുതെ അങ്ങനെ എഴുതിക്കോ. ഓർക്കുമ്പോ ചിലപ്പോ റിപ്പീറ്റ് ചെയ്തിട്ട് വരും, അത് റിപ്പീറ്റ് ചെയ്ത് വരണ്ടാതിട്ടാ. അപ്പൊ ഭയങ്കര എഴുതുമ്പോ ഭയങ്കരമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. എട്ടേ കാലായില്ലേ? എഴുതിയിട്ടുണ്ട്. എഴുതി കഴിഞ്ഞാ?
നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫീല് തോന്നുന്നുണ്ടോ? എന്തോ എനിക്ക് ഇത്രയും കാര്യങ്ങൾ എഴുതിയപ്പോ നിങ്ങൾ ഇതിൽ എഴുതണമെന്നില്ല, നിങ്ങൾ ഒരു പെന്നും പേപ്പറും എടുക്കാൻ ഞാൻ അതാ പറയാൻ കാരണം. കണ്ണാടിയിൽ നോക്കുമ്പോഴുള്ള പ്രാർത്ഥന എന്താണെന്നറിയോ? ഫസ്റ്റില് സൗന്ദര്യം നൽകിയ എനിക്ക് എന്റെ ഈ ഒരു സൗന്ദര്യം നൽകിയതിന് എന്നുള്ള രീതിയിലാണ് അതിന്റെ പ്രാർത്ഥന വരുന്നത്. അപ്പോ നമുക്ക് സൗന്ദര്യം നൽകിയതിന് പ്രാർത്ഥിക്കാം, അൽഹംദുലില്ലാ പറയാം. അപ്പൊ ജീവിതത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് അൽഹംദുലില്ലാ പറയാനുണ്ടായിരിക്കും. അള്ളാഹിനോട് സ്തുതി പറഞ്ഞാലും നമുക്ക് തീരൂല. അപ്പൊ ഡെയിലി നമ്മൾ ആ ഒരു അനുഗ്രഹം എടുത്ത് പറയാനുള്ള നിസ്കരിച്ചിരിക്കുമ്പോഴോ അഞ്ച് നേരമായിട്ട് നമ്മൾ നിസ്കരിച്ചിരിക്കുമല്ലോ, അതിൽ നിങ്ങൾ രാവിലെയും അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നണം മഗ്‌രിബിനോ മറ്റേ ഓരോന്നും എടുത്ത് ഇങ്ങനെ പറയാൻ ശ്രമിക്കുക. അപ്പൊ നമുക്കതൊരു ഭയങ്കര റിലാക്സേഷൻ, നമ്മളെ മനസ്സിലുണ്ടല്ലോ ഭയങ്കര ഒരു സന്തോഷം, ഭയങ്കര ഒരു സമാധാനം തോന്നും. നമ്മളെ ലൈഫ് ഇത് ഞാൻ എഴുതാൻ പറയാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ എഴുതി അതിലേറെ തോന്നും. എഴുതാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മളെ ഉയരങ്ങളിലേക്ക് നോക്കുകയില്ല. ഞാൻ ഈ ജീവിക്കുന്ന ജീവിതം ഏറ്റവും സംതൃപ്തമായ ജീവിതമാണെന്ന് തോന്നും. കാരണം നമുക്ക് ഇല്ലാതെ പോയത് അതാണ്. എന്റെ ജീവിതത്തിൽ സംതൃപ്തി എനിക്ക് കണ്ടെത്താൻ പറ്റാത്തതാണ്. ഇപ്പൊ അടുത്തൊരു സ്ത്രീ എന്നോട് പറഞ്ഞു, പിന്നെ അവർക്കൊരു വീടുണ്ട്, ആ വീട് വലിയ ആ പരിസരത്ത് അത്ര വലിയ വീടൊന്നുമില്ല, എന്നിട്ട് പോലും അവർക്ക് അതിൽ സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്താൻ പറ്റിയില്ല എന്നുള്ളത്. പിന്നീട് അവർ പറയാ, ഞാൻ പിന്നീടാണ് എന്റെ വീട് പിന്നെ എനിക്ക് നഷ്ടപ്പെട്ടു, അപ്പോഴാണ് ഞാൻ ഹംദ് പറയാൻ തുടങ്ങിയത്. ഞാൻ അല്ലാഹു എനിക്ക് ആ വീട് എന്നുള്ള രീതിയിൽ ഞാൻ അൽഹംദുലില്ലാ പറയാൻ തുടങ്ങിയത്. ആലോചിച്ച് നോക്കുക, നമുക്ക് നഷ്ടപ്പെടുമ്പോഴാണ് പല സാധനങ്ങളും അതുപോലെ അറിയാം. കഴിഞ്ഞല്ലോ അല്ലെ? എല്ലാവരും എഴുതി കഴിഞ്ഞല്ലോ അല്ലെ? നമുക്ക് കുറച്ച് സമയം കൂടെ ഉള്ളു, പക്ഷെ കുറേ പറയാനുണ്ട്. കഴിഞ്ഞല്ലോ അല്ലെ? ഈ അൽഹംദുലില്ലാ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു ഫീൽ എന്താന്ന് വെച്ചാൽ ഭയങ്കര ഇന്നസെന്റ് ആവും നമ്മള്. നമ്മൾ ഭയങ്കരമായിട്ട് ഇന്നസെന്റ് ആവും, ഭയങ്കര ശുദ്ധമാവും നമ്മളെ മനസ്സ്. ശുദ്ധമായ മനസ്സ് എങ്ങനെ തിരിച്ചറിയാൻ പറ്റുക? പലപ്പോഴും ഇന്നസെന്റ് പറഞ്ഞ പൊട്ടം കളിക്കലാണ് എന്നൊക്കെ തോന്നും നമുക്ക് അല്ലെ? ഒരു പൊട്ടം കളിയാണ് ഇന്നസെന്റ്. ഇന്നസെന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു പ്രകടമാണ് പൊട്ടം കളി എന്ന് പറയുന്നത്. ശരിക്കും പൊട്ടത്തരല്ല. ഇന്നസെന്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മൾ ശുദ്ധരാവുക. അതായത് ഇപ്പൊ നമ്മളുണ്ടല്ലോ മക്കള് നോക്കിയാൽ മതി. മക്കള് ഒരു 5 വയസ്സിനൊക്കെ താഴെയുള്ള മക്കള് എപ്പോഴും അവര് ഇന്നസെന്റ് ആയിരിക്കും അല്ലെ? അവരെ ഫ്രണ്ട്സ് നമ്മള് ഉമ്മമാര് പറയും അവിടെ അവർക്കത് കൊടുക്കണ്ട അല്ലെങ്കിൽ അവർക്കത് ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞാലും കുട്ടികൾ പോയിട്ട് അത് ചെയ്യും അല്ലെ? അവർക്കത് ചെയ്യണതിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. അല്ലെങ്കിൽ അവർ അടി കൂടി കഴിഞ്ഞാൽ അപ്പൊ തന്നെ അവർ പോയിട്ട് ഇതാവും. അപ്പൊ അത്രയും ശുദ്ധമാകുകയാണ് മനസ്സ്. ആ ഇന്നസെന്റ് ആകുന്നത് എപ്പോഴാന്ന് വെച്ചാല് നിങ്ങക്ക് ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് കുട്ടികളെ കൂടെ ഭയങ്കരമായിട്ട് കളിക്കാൻ പറ്റും. അത് മനസ്സിലാക്കാനുള്ള ഒരു ടിപ്പാണിത്. എന്നുവെച്ചാല് നമ്മള് കുട്ടികളുടെ കൂടെ കളിക്കാറുണ്ട്, ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്. അതൊക്കെ സ്പെൻഡ് ചെയ്യണല്ലോ എന്ന് എഴുതിയിട്ട് ഇങ്ങനെ ഇരുന്ന് ചെയ്യുന്ന ഒരു സാധനമാണ്. പക്ഷെ മറ്റേന്താന്ന് വെച്ചാൽ നോർമലി നമ്മൾ എന്ത് ചെയ്യും, കുട്ടികളുടെ കൂടെ കളിക്കുമ്പോൾ നമ്മളും കളിക്കുന്ന അതേ ഫീൽ എൻജോയ് ചെയ്യും. ഒരു കുട്ടി ചോറും കറിയും വെച്ച് കളിക്കൂലേ, അല്ലെങ്കിൽ ഒരു പാവേനെ വെച്ച് കളിക്കൂലേ, അത് കളിക്കുമ്പോ അവന്റെ കൂടെ നമ്മൾ ഇരുന്ന് കളിക്കുക, അവളെ കൂടെ നമ്മൾ ആൺകുട്ടിയാണെങ്കിൽ ആൺകുട്ടിട്ടോ ഇരുന്ന് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ അതേ ഒരു ഫീൽ. ആ കുട്ടി കളിക്കുമ്പോ എത്രത്തോളം സന്തോഷവതിയാണോ അതേപോലെ ഒരു ഉള്ളിൽ ഒരു സാധനം നമുക്ക് കിട്ടുമെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും നമ്മൾ ഇന്നസെന്റ് ആയിട്ടുണ്ട് എന്നുള്ളത്. ആ ഇന്നസെന്റ് ആവണമെങ്കിൽ ഇതേപോലെ നമ്മളെ മൈൻഡ് ഒന്ന് ക്ലെൻസിങ് ചെയ്യണം. നമ്മളെ മനസ്സൊന്ന് എന്ത് ചെയ്യണം, നല്ല ബ്രഷ് ഇട്ട് കഴുകി വൃത്തിയാക്കണം. ആ വൃത്തിയാക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇപ്പൊ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത്. ഇൻഷാ അല്ലാ. അപ്പോ ഇതിങ്ങനെ കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്യാൻ പറ്റും ഞാൻ ഇന്നസെന്റ് ആയിട്ടുണ്ടോ എന്നുള്ളത്. ഓക്കെ, നമ്മള് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ നമ്മളെ ചിന്തകളെ കുറിച്ചാണ് അല്ലെ? ആ ചിന്തകൾ ഇങ്ങനെ എന്താ പറയാ, നമ്മളും പറയും മറ്റുള്ളവരോട് പറഞ്ഞു നടക്കുകയും ചെയ്യും. അപ്പോഴൊക്കെ അത് പിന്നെയായി നെഗറ്റീവായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ അത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. നമ്മൾ ചിന്തിക്കുന്നതും അതേപോലെ തന്നെ ഈ സാധനം പറയുമ്പോൾ നമ്മൾ വീണ്ടും അത് എടുത്ത് പറയല്ലേ? നമ്മൾ പറയുന്നു, നമ്മളത് കേൾക്കുന്നു, നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കുന്നു, ഒക്കെ നടക്കുകയാണ്. ആ പ്രോസസ്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ചിന്തിക്കുന്നതോടൊപ്പം തന്നെ ആ പറയുന്നതും നിർത്തുക. നിങ്ങൾ എഴുതി വെക്കണം കേട്ടോ, പോയിന്റ് ആയിട്ട് തന്നെ എഴുതി വെക്കണേ. നമുക്കിത് പിന്നെ ചാർട്ട് ഉണ്ടാകണം. പിന്നെ നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാല് ഈ അനാവശ്യമായിട്ടുള്ള ന്യൂസുകൾ ഉണ്ടല്ലോ, ക്രൈം, സീരിയലുകൾ ഉണ്ടല്ലോ. സീരിയലൊന്നും ആരും കാണാറില്ലല്ലോ, നമ്മൾ അങ്ങനെ ആരും സീരിയൽസ് ഒന്നും കാണാറില്ല. അപ്പൊ ഭയങ്കര നെഗറ്റീവ് തോട്ട്സ് ആണ് അതിനകത്തുനിന്ന് വരിക.
വെറുതെ ഒന്ന് സെർച്ച് ചെയ്തപ്പോ സാധനത്തിന് തന്നെ എനിക്ക് നെഗറ്റീവ് തോട്ട്സ് എന്ന് പറഞ്ഞ ലിസ്റ്റ് വന്നതില് സീരിയല്, ക്രൈം, പിന്നെ അത്തരത്തിലുള്ള വയലൻസ് ഇതാക്കുന്ന കുറെ മൂവീസ് ഒക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ക്രൈം പറയുന്ന പുസ്തകങ്ങൾ ഉണ്ടായിരിക്കും. ഇതൊന്നും നമ്മൾ എന്ത് ചെയ്യരുത്, നോക്കരുത്. നമ്മളെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കും അത്. അപ്പോ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല് ഈ ന്യൂസ് എന്ന് പറഞ്ഞ വാർത്തകള്, ആ വാർത്തകൾ നമുക്ക് അറിയണം. പക്ഷെ നമ്മൾ എന്തിനാ ഇങ്ങനെ ഓരോ ആളുകളുടെ ഇടയിൽ നടന്നേക്ക് അത് പറയാൻ തന്നെ സത്യം പറഞ്ഞാൽ ഇഷ്ടമില്ല. ഇപ്പൊ കണ്ടല്ലോ, ഇപ്പൊ അടുത്ത് ഒക്കെ നടന്നിട്ടുള്ള പല കേസുകളും സ്ത്രീകൾ അങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ കുടുംബത്തിനകത്ത് റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടായ പ്രശ്നങ്ങള്, ഇതൊക്കെ ഇങ്ങനെ ചർവണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്താ വെച്ചാൽ ഒരു ന്യൂസ് ചാനൽ ഇട്ട് കഴിഞ്ഞാൽ മറ്റേ ന്യൂസ് ചാനല് അതാ ഞാൻ പറഞ്ഞത്. ക്രൈം മാത്രമല്ല, അതിനകത്ത് വരുന്ന ക്രൈം വരുന്ന രീതികള്, പിന്നെ ഓരോരുത്തരുടെയും മാനസികാവസ്ഥ, ഇതൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് പറയാണ്. നമ്മൾ ഒരു ന്യൂസ് ചാനൽ എടുത്ത് അടുത്ത ന്യൂസ് ചാനൽ ഇടുന്നത് എന്തിനാ? ഇതിലേറെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വേറെ എന്തെങ്കിലും നമുക്ക് കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാ. നമ്മള് പിന്നെ എന്താ പറയാ, യൂട്യൂബ് എടുത്ത് നോക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള വാർത്തകൾ ആരെങ്കിലും ഒരാൾ വല്ല ഒരു എന്താ പറയാ ഒരു അബദ്ധവശാൽ എന്തെങ്കിലും ചെയ്തു പോവുകയോ അബദ്ധവശാൽ എന്തെങ്കിലും പറഞ്ഞു പോവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ പിടിച്ച് ഏറ് കയറ്റുക, എന്നിട്ട് അയാളെ കുറിച്ച് പറയുക. എന്നിട്ട് പിന്നെ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോ ഏതോ ഒരു എനിക്ക് അറിയില്ല, നടനാണോ ഡയറക്ടറാണോ അറിയില്ല, ഒരു ആള് അയാൾ കൈ കൊടുത്ത സമയത്ത് വേറെ ആള് കൈ മേടിച്ചില്ല എന്നുള്ളതാണ് ന്യൂസ്. എന്നിട്ട് കൈ കൊടുക്കൂല, നമ്മള് ഹലോ പറഞ്ഞിട്ട് കൈ കൊടുത്തപ്പോ അയാൾ കൈ മേടിച്ചില്ല അത്രേ. അപ്പൊ അതില് പേരില് അയാൾ ഭയങ്കരമായിട്ട് പറയാ. ഇങ്ങനെ കുറേ സംഭവങ്ങള് വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക, അതിലൊരു സംതൃപ്തി കണ്ടെത്തുക. എന്നിട്ട് നമ്മൾ പിന്നെ മലയാളി പെൺകുട്ടികൾ, കേരളത്തിലെ പെൺകുട്ടികൾ എങ്ങോട്ടാണ് ഇവരുടെ പോക്ക്, പിന്നെ എന്നിട്ട് ആ പോക്ക് നോക്കി നിൽക്കുകയാണ് നമ്മൾ എങ്ങോട്ടാ പോണത് നമ്മൾ ചിന്തിക്കുന്നേ ഇല്ല. നമ്മുടെ ചിന്തകൾ എന്താണ്, നമ്മളിലേക്ക് എത്രത്തോളം പിന്നെ അശുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് വന്നു ചേരുന്നത് ഒന്നും നമ്മൾ നോക്കുന്നില്ല. കേരളത്തിലെ പെൺകുട്ടികൾക്ക് ഇതാണ് പണി, കേരളത്തിൽ അല്ലെങ്കിൽ പിന്നെ പുറത്തു പഠിക്കാൻ പോകുന്ന കുട്ടികൾ അവരുടെ ഭാവി എന്താണിത്, എന്താണ് പറഞ്ഞിട്ട് ന്യൂ ജനറേഷൻ അവർ എങ്ങോട്ടാണ് ഈ പോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനങ്ങൾ ഇറക്കും. എന്നിട്ട് അത് ഫുൾ ഇരുന്ന് നമ്മൾ കേൾക്കുക. അതാണ് ഭയങ്കര നമ്മള് പണി. അപ്പോ വാർത്തകള് അത് എനിക്ക് ഉപകാരപ്പെടുന്നതാണോ, അല്ലെങ്കിൽ അത് ആർക്കെങ്കിലും കൊടുത്താൽ വല്ല ഉപകാരവും ഉണ്ടോ എങ്കിൽ മാത്രം അത് ഫോർവേഡ് ചെയ്യുക. ചില ആളുകൾ ഗ്രൂപ്പുകളിലേക്ക് ഇതാണ് ഇടുക, ആത്മഹത്യ, ഇങ്ങനത്തെ കുറെ സംഭവങ്ങള് ഇതൊക്കെ ഇട്ടിട്ട് അതിനെ കൊണ്ട് വല്ല പ്രയോജനവും നമുക്കുണ്ടോ, അല്ലെങ്കിൽ ആർക്കെങ്കിലും അത് ഉപകാരപ്പെടുമെങ്കിൽ മാത്രം. ഒരു സാധനം നമ്മൾ വെറുതെ എന്തിനാണ് ഫോർവേഡ് ചെയ്ത് ഇങ്ങനെ കളിക്കുന്നത്? അപ്പൊ ആ ഫോർവേഡ് ചെയ്യുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുക, ഇതിനിട്ടുകൊണ്ട് വല്ല കാര്യമുണ്ടോ, വല്ല മെച്ചമുണ്ടോ എന്നുള്ള സാധനം നമ്മൾ ചിന്തിക്കുക. അത് കേട്ട സമയത്ത് എനിക്ക് എത്രത്തോളം ഭയം ഉണ്ടായി, ആ ഭയം തന്നെയാണ് നമ്മൾ വേറെ ആർക്കും കൊടുക്കുന്നത്. അത്ര ചിന്തിച്ചാൽ മതി. അപ്പോ അടുത്ത പോയിന്റ് ആയിട്ട് നിങ്ങൾ എഴുതിക്കോളൂ. നമുക്ക് അത്തരത്തിലുള്ള ന്യൂസ്, ക്രൈം സാധനങ്ങൾ ഒന്നും നമ്മൾ കേൾക്കണില്ല. കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് എന്താ പറയാ, ജസ്റ്റ് ആ ന്യൂസ് എന്താന്ന് അറിയാന്നല്ലാതെ അതിൽ കൂടുതലായിട്ട് അതിനെ ഒരു എന്താ പറയാ ചൂഴ്ന്ന് നോക്കുന്നൊരവസ്ഥ ഇല്ലാതിരിക്കുക. അതേപോലെ തന്നെയാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു സാധനമാണ് മറ്റുള്ള ഒരാളെ പറയാൻ പാടില്ല എന്നുള്ളതും, അല്ലെ? എന്ന് കേൾക്കാൻ തുടങ്ങിയതാ നമ്മളിത്. കുറ്റം പറയാൻ പാടില്ല എന്നുള്ളതും, ബാക്ക് ബിറ്റിംഗ് പാടില്ല എന്നുള്ളതും, അതേപോലെ തന്നെ ഗോസിപ്പ് പാടില്ല എന്നുള്ളതും, അല്ലെ? നമുക്ക് പറയേണ്ട സാധനം, നമുക്കത് അറിയാം, പക്ഷെ നമ്മളിത് പറയും, അല്ലേ? എന്ത് രസാണത് പറയാനും കേൾക്കാനും. അതൊരു വല്ലാത്ത മാസ്മരിക, ഭയങ്കരമായൊരു എന്താ പറയാ, സ്വീറ്റ്സ് ഒക്കെ കഴിക്കണ പോലെ ഭയങ്കര എൻജോയ് ചെയ്യാൻ പറ്റുന്ന സാധനം. കളിയാക്കി ചിരിക്കുക, പണ്ടൊക്കെ കോളേജിൽ നിന്നൊക്കെ അല്ലെ കളിയാക്കി ചിരിക്കുക, അതൊക്കെ ഉണ്ടാവും. അതൊരു ഭയങ്കര ലോകാണ്. പിന്നെ മറ്റൊരു കുറ്റം പറയാ. ഒരു തമാശയായിട്ടൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു. കുറെ പെണ്ണുങ്ങൾ ഇങ്ങനെ കൂടിയിരുന്ന് ഇങ്ങനെ സംസാരിക്കുക. അപ്പൊ ലോകത്തുള്ള എല്ലാവരെയും പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഓരോരുത്തരോട് പറഞ്ഞുകൊണ്ടിരിക്കുക. അവസാനം കൂട്ടത്തിലുള്ള ഒരാളെ പറ്റിയിട്ട് തന്നെയാണ് ലാസ്റ്റിലേക്ക് സംസാരിക്കുന്നത്. അപ്പൊ പറയാ, നീ ഇതിനകത്ത് ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ അതാണ് നമ്മളുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ പലരെ കുറിച്ചും പറയാ, പറയാ, അതുപോലെ തന്നെ കുറ്റം പറയാ, കേൾക്കുക. അത് ഒരു അടിവരട്ടുള്ളൂ, അല്ലെങ്കിൽ ഒരു ബോക്സിനകത്താക്കി വെച്ചോളൂ. ഞാനത് ചെയ്യില്ല, പറയില്ല, ആരെ കുറിച്ച് ഞാൻ പറയില്ല, ആരും എന്ത് പറയാൻ വന്നാൽ ഞാൻ കേൾക്കാനുമില്ല എന്ന് അങ്ങോട്ട് നിങ്ങളുടേതായ ഭാഷയിൽ അങ്ങോട്ട് എഴുതി വെച്ച് 2 അടിവരയൊക്കെ ഇട്ടിട്ട് ബോക്സിനകത്താക്കി വെച്ചു. പിന്നെ അങ്ങനെ പറയാൻ വന്നാൽ എന്താ ചെയ്യുക? ഞാൻ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ച ചോദ്യമായിരുന്നത്, എനിക്ക് ഇസ്ലാം പറഞ്ഞു തന്ന കുട്ടിയുടെ അടുത്ത് ഞാൻ ചോദിച്ചു, ഞാൻ പുറത്ത് ഇറങ്ങുമ്പോഴൊക്കെ പലരും ഇപ്പൊ ഈവൻ ബസ് കയറിയാലും ഉണ്ടാവും കുറ്റം പറച്ചിൽ കേൾക്കണേ. നമ്മള് സുഹൃത്തുക്കളുടെ ഇടയിലൊക്കെ എല്ലാം കുറ്റം പറയണം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പലതും പറയുന്നുണ്ട്, ഗോസിപ്സ് നടക്കുന്നുണ്ട്.
അപ്പൊ എന്താ നമ്മൾ ചെയ്യുക? നമ്മൾ കേൾക്കല്ലേ, ഓട്ടോമാറ്റിക്കലി അത് കേൾക്കല്ലേ എന്നുള്ളത്. അപ്പൊ ഞാൻ ചിലപ്പോ എനിക്ക് ആൻസർ സംതൃപ്തമാവൂല. അപ്പൊ ഞാൻ എന്റേതായ രീതിയിൽ കുറെ പഠനങ്ങളൊക്കെ നടത്തും. കുറെ ഇവിടെ എന്താ പറയാ, അല്ലാതെ ഞാൻ കുറെ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് അതിനകത്ത്. കാരണം ഒരാൾ നമ്മളോട് വന്ന് പറയുക, അപ്പോ എന്താ നമ്മൾ അതിനകത്ത് ചെയ്യുക? ഇയാളോട് മിണ്ടല്ലേ എന്ന് പറയാനും വയ്യ, ഒന്നും പറയാനും പറ്റില്ല. ഞാന് എന്റെ അച്ഛന്റെ അമ്മ മോളെ എന്റെ അച്ഛന്റെ അമ്മ നെ കുറിച്ച് ഞങ്ങളൊക്കെ കേട്ടിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാല്, അവര് ഇത് ആരെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാ. അത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മക്കളും പിന്നെ എനിക്ക് പറഞ്ഞു തരുന്ന എന്റെ അമ്മയാ. എന്ന് വെച്ചാല് അമ്മ എന്ന് പറഞ്ഞാൽ ആ അമ്മേന്റെ മരുമോളാണ് അല്ലെ. മരുമക്കൾ പറയാണ് അമ്മായിമ്മേനെ കുറിച്ചിട്ട് അവരൊരിക്കലും വേറൊരാളെ പറ്റി കുറ്റം പറയണത് ഞങ്ങൾ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ മെല്ലെ അവിടുന്ന് അങ്ങോട്ട് ഊരി പോവുക ചെയ്യുക എന്നാ പറയല്. അപ്പൊ ഞങ്ങളുടെയൊക്കെ മനസ്സിൽ മക്കളുടെ മരുമക്കളുടെ പേരക്കുട്ടികളുടെ അവരും പേരക്കുട്ടികൾ ഉണ്ടായി. അവരുടെയൊക്കെ മനസ്സിൽ ഈ അമ്മമ്മ, ഈ അച്ഛന്റെ അമ്മ നിലനിൽക്കുന്നത് ആരെപ്പറ്റിയും കുറ്റം പറയാത്ത ഒരമ്മയായിട്ടാണ്. അത് അവരുടെ മുഖത്ത് തന്നെ കാണാൻ പറ്റും. അത്രയും നിഷ്കളങ്കമായിരുന്നു. അപ്പൊ നമ്മളെ പറ്റിയിട്ടൊക്കെ നമ്മളെ മക്കള്, മരുമക്കള് അല്ലെങ്കിൽ പേരക്കുട്ടികള്, അവരുടെ കുട്ടികളൊക്കെ പറയാണ്, ഈ എന്റെ ഉമ്മമ്മ ഉണ്ടല്ലോ ഒരിക്കലും ജീവിതത്തിൽ ഒരാളെ കുറിച്ചും പറഞ്ഞത് എന്റെ ഉമ്മ കേട്ടിട്ടില്ല എന്ന് പറയാറുണ്ട് എന്ന ഒരു പ്രതിച്ഛായ നമ്മളിലേക്ക് ഇട്ടുതരാൻ പറ്റുമെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അത് അല്ലെ? നമ്മളൊക്കെ അത് ആഗ്രഹിക്കുന്നില്ലേ? ഒരാളെ കുറിച്ച് പറയാനോ അല്ലെങ്കിൽ കേൾക്കാനോ നമ്മൾ തയ്യാറാകരുത്. കേൾക്കുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ എന്റെ രീതിയിൽ മനസ്സിലാക്കി എന്താന്ന് വെച്ചാല്, ഞാൻ ഇങ്ങനെ പറയാറുണ്ട്. എന്റെ ഒരു സർക്കിളില് എന്നെ സ്നേഹിക്കുന്ന, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, എന്നെ കെയർ ചെയ്യുന്ന ഒരു സർക്കിളിനെ എനിക്ക് ഉണ്ടാക്കി തരണം എന്നുള്ളത്. എന്നോട് പലപ്പോഴും എന്റെ വർത്താനം പറയാൻ ആർക്കും ഇഷ്ടമല്ല. കാരണം ഞാൻ മിക്കവാറും എന്നെ അറിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അറിയാം, തീരെ സംസാരിക്കൂല. പിന്നെ വർത്താനം പറയാന് ഇങ്ങനെ ഉണ്ടല്ലോ, ഇങ്ങനത്തെ സംസാരങ്ങൾ ഭയങ്കര ഒരു അത്ഭുതമാണ്. ഞാനിത് അങ്ങനെ എന്റെ മൈൻഡ് സെറ്റ് അങ്ങനെ ആയതുകൊണ്ട് തന്നെ ആരും എന്റെ അടുത്ത് വന്ന് കുറ്റം പറയാറില്ല എന്നുള്ളതാ. ഞാൻ എന്നെ വലുതാക്കി പറയല്ലോ കേട്ടോ. ഞാൻ ആ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ ഉണ്ടാക്കി വെക്കുമ്പോ അങ്ങനെ ഒരു പ്രശ്നം, അങ്ങനെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ആളുകൾ വന്ന് നമ്മളോട് ഇങ്ങനെ മറ്റുള്ളവരുടെ കുറ്റം പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറില്ല. ചിലപ്പോ അവിടെ ഇവിടെയൊക്കെ പറയുന്ന ആൾക്കാരായിരിക്കും, പക്ഷെ നമ്മളടുത്ത് വരുമ്പോ അവർക്ക് പറയാൻ ചിലപ്പോൾ തോന്നിക്കൊള്ളണമെന്നില്ല. അതിന് നമ്മള് ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി, അള്ളഹാനോട് പറഞ്ഞാൽ മതി. നമുക്ക് എന്ത് കാര്യം നമുക്ക് അള്ളഹാനോട് പറയാലോ അല്ലെ. ഞാൻ പറയണില്ല പഠിച്ചോനെ, ഞാൻ ഒരു പോസിറ്റീവ്സും പറയണില്ല, ഞാൻ ആരെയും കുറിച്ചും പറയണില്ല, എനിക്കിത് കേൾക്കുമ്പോൾ ഭയങ്കര പ്രയാസം ഉണ്ടാകുന്നുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടത്? അതുകൊണ്ട് എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, എന്നെ കെയർ ചെയ്യുന്ന നല്ല സംസാരങ്ങൾ സംസാരിക്കുന്ന ആളുകളുടെ ഒരു വലയത്തിനകത്ത്, ആ ഒരു സർക്കിളിനകത്ത് എന്നെ ആക്കി തരണേ. നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചൂടെ? നല്ല ടിപ്പാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. ആണോ? അത് നിങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ടോ? എന്തെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്യേ. ഞാൻ ഇന്ന് സ്ക്രീനിൽ ഒരു മനുഷ്യരെ കാണുന്നില്ല, ഞാൻ ഇങ്ങനെ പറയണേ. അപ്പോ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് പറഞ്ഞേക്കൂട്ടാ. ആരെപ്പറ്റി നമുക്ക് പറയണ്ട. ഈവൻ അത് പലപ്പോഴും ഇത് പറഞ്ഞ് പൊളിറ്റിക്കൽ, നമുക്ക് അങ്ങനത്തെ ചാനലുകളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമല്ലേ? ഈ പൊളിറ്റിക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തർക്കും ഓരോരുത്തരായ പൊളിറ്റിക്സ് ഉണ്ടായിരിക്കും. അതിനകത്ത് നടക്കുന്ന പൊളിറ്റിക്സ് എന്താ നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ ഒരു പാർട്ടിയിലെ ഒരാളെ കുറിച്ച് വെറുതെ നമ്മൾ എന്തിനാ കുറ്റം പറഞ്ഞു നടക്കുന്നത്? ഈ കവലകളിലും പിന്നെ 4 മണിയത്തെ ചർച്ചകളിലൊക്കെ പിന്നെ നമ്മൾ ഏത് പാർട്ടിയിലാണോ ആ പാർട്ടീനെ പുകഴ്ത്തുകയും മറ്റേ പാർട്ടിയിലുള്ള ആളെ പിന്നെ എന്താ പറയാ, അടി മുതൽ മുടി വരെ അയാളെ ഇങ്ങനെ കുറ്റം പറയുക, അയാളുടെ ചേഷ്ടം എല്ലാം ഇങ്ങനെ പറയുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം അങ്ങനത്തെ ചാനലുകൾ കണ്ട് അതിനകത്ത് സന്തോഷിക്കുക. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു മ്ലേച്ഛമായ ഒരു സ്വഭാവമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവിടെയൊക്കെ നമ്മളെ ശുദ്ധമാക്കാനുള്ള അവസരം കൂടിയാണ് നമുക്കുള്ളത്. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സാധനമാണ് കളവ് പറയാതിരിക്കുക എന്നുള്ളത്. അത് കുഞ്ഞു കുട്ടികളോടാണെങ്കിൽ പോലും കളവ് പറയാതെ പിന്നെ നോക്കുക എന്നുള്ളത്. ഞാൻ അങ്ങനെ കുറച്ച് സ്പീഡിൽ പോവാണ് കേട്ടോ. അതൊന്നും ഇപ്പൊ നമുക്ക് പറഞ്ഞു തരേണ്ടതില്ലല്ലോ, പക്ഷെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, പിന്നെ കുട്ടികളെ പറ്റിക്കാറുണ്ട്, കുട്ടികളോട് പറയാറുണ്ട്. അപ്പൊ കുട്ടികളോടാണ് പലപ്പോഴും പിന്നെ ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ അടുത്ത പോയിന്റ് കളവ് പറയാതിരിക്കുക. പിന്നെ വരുന്നത് നമ്മളെ വാക്കുകളെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മളിൽ അബദ്ധമായി വന്നു പോകുന്ന ഒരു സാധനമാണ് വാക്കുകൾ. എപ്പോഴും ഞാൻ പറയുന്നത് എന്താണ് എന്നുള്ളത് ഒരു ബോധം ഉണ്ടാവുക. ചിലപ്പോ നമ്മൾ പല ആളുകളെയും കണ്ടിട്ടുണ്ടല്ലോ അല്ലെ, ആളുകളുടെ ഇടയിൽ വെച്ച് പിന്നെ അവര് നമ്മളെ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലെ, കുറ്റപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുക, മോശമായിട്ട് സംസാരിക്കുക. അതിൽ സംതൃപ്തി കണ്ടെത്തുന്ന എത്രയോ ആളുകളുണ്ട്. അവിടെ നമ്മൾ ഒരുപാട് വേദനിക്കും, നമ്മുടെ മനസ്സ് ഭയങ്കരമായിട്ട് വേദനിക്കും. നമ്മളെ പറ്റിയിട്ട് ആളുകളുടെ ഇടയിൽ വെച്ചിട്ട് നമ്മളെ അഭിമാനത്തിന് ക്ഷതം പറ്റുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആരുടെ ഭാഗത്തായിരിക്കും അത് ഉണ്ടാവുക? ആ പറഞ്ഞ ആളുടേതാണോ, അല്ലെങ്കിൽ ആ ആരോപിക്കപ്പെട്ട ആ വ്യക്തിയുടെ കൂടെയാണോ അത് ഉണ്ടാവുക? ആരോപിക്കപ്പെട്ട വ്യക്തിയുടെ കൂടെ ആയിരിക്കും അത് ഉണ്ടാവുക അല്ലെ. പിന്നെ ഇതിനെ നമ്മൾ ഭയക്കുന്നത്.
നമുക്കിതിനെ ഭയക്കുന്നത്. അപ്പൊ നമുക്കൊരു കൂലിയാണ് ഇയാൾ മേടിച്ചു തന്നിട്ടുള്ളത്. അപ്പൊ അയാളോട് എന്ത് പറയാം, ഒന്നൊരു നന്ദി പറഞ്ഞേക്കാം. അയാള് ആളുകളുടെ ഇടയിൽ നമ്മൾ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമേ അല്ല. അപ്പൊ നമുക്ക് കൂടുതൽ അപ്പൊ ഞാൻ ചെയ്യാറുള്ളത് എന്താ വെച്ചാല്, സ്വാഭാവികമായിട്ട് നമുക്ക് അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ ചെയ്യാറെന്താ വെച്ചാല് അയാൾക്ക് വേണ്ടി 2 പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കും. അല്ലാഹു അവർക്ക് നന്മ നൽകണേ, അവർക്ക് പുറത്തു കൊടുക്കണേ. പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ അയാളെ കുറിച്ചുള്ള ഒരു നെഗറ്റീവും നമ്മളെ മനസ്സിൽ വെക്കൂല. നമ്മളെ ശത്രുവായി കാണുന്ന ആളുകളും നമ്മളെ പറ്റി കുറ്റം പറയുന്ന ആളുകളുടെ ഉള്ളിൽ പോലും നമ്മൾ എന്താ ചെയ്യുക, അവിടുന്ന് രക്ഷപ്പെടുക ചെയ്യുന്നത്. അങ്ങനെ ചെയ്താൽ മതി. ഞാൻ എന്നോട് ഇങ്ങനെ ഒരാൾ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ അയാൾക്ക് വേണ്ടി 2 പ്രാവശ്യം ഒന്ന് പ്രാർത്ഥിക്കും. അയാളോട് എന്തെങ്കിലും ദേഷ്യം വരുന്ന സമയത്തോ അല്ലെങ്കിൽ അയാൾ എന്തെങ്കിലും പറഞ്ഞല്ലോ, എന്നോട് ഇങ്ങനെ പറഞ്ഞല്ലോ തോന്നുന്ന സമയത്തും ഞാൻ അയാൾക്ക് അല്ലാഹു അവർക്ക് നന്മ നൽകണേ, അവരെ ഇതാക്കണേ, ആ രീതിയിൽ നമ്മൾ പ്രാർത്ഥിച്ചാലുണ്ടല്ലോ നമ്മളെ മനസ്സുങ്ങോട്ട് നമ്മൾ അറിയാത്ത രീതിയിൽ അങ്ങോട്ട് വികസിക്കുന്ന പോലെ തോന്നും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, എന്റെ ഹൃദയത്തെ നീ വിശാലമാക്കി തരണേ, തൂമഞ്ഞു കൊണ്ട് ശുദ്ധമാക്കുന്നത് പോലെ ശുദ്ധമാക്കി തരണേ എന്ന് പറയുന്ന പ്രാർത്ഥന ഉണ്ടല്ലോ. ആ വിശാലമാകുന്ന ഒരു ഫീല് നമുക്ക് കിട്ടും. അപ്പൊ നമുക്കൊന്ന് ചെയ്തു നോക്കാം കേട്ടോ. നിങ്ങളെ കുറ്റം പറഞ്ഞിട്ടുള്ള, നിങ്ങളെ പിന്നെ സങ്കടപ്പെടുത്തിയിട്ടുള്ള ഒരാളെ പേരൊന്ന് എഴുതിക്കേ. അങ്ങനത്തെ ആളുണ്ടോ നിങ്ങക്ക്? അറിയണ്ട? ഉണ്ടോ? നിങ്ങളൊന്ന് ആ പേരൊന്ന് എഴുതിക്കേ. വെറുതെ മനസ്സിൽ കാണണ്ട, എഴുതിക്കോ. പിന്നെ ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ വെട്ടിയാ മതിട്ടാ. പിന്നെ ഒന്ന് എഴുതി. നിങ്ങൾ എഴുതുണ്ടോ എഴുതണില്ലേ ഒന്നും എനിക്കറിയില്ല. എഴുതണുണ്ടോ? ഉണ്ട്. എന്നിട്ട് എഴുതിയിട്ട് നിങ്ങൾ അവർക്ക് വേണ്ടി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ 2 പ്രാർത്ഥന പ്രാർത്ഥിച്ചു നോക്കി. ഭയങ്കര ഹാർഡായിരിക്കും കേട്ടോ. അത് ആ സമയത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാർഡായിരിക്കും. നിങ്ങളൊരു സിറ്റുവേഷൻ ഫേസ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് നമ്മളെ ഹൃദയം കൂടെ നുറുങ്ങിയിട്ടുണ്ടായിരിക്കും, വേദനിക്കുന്നുണ്ടായിരിക്കും നമ്മളെ ഹൃദയം. അപ്പൊ ആ വേദനയുള്ള ഹൃദയത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാ, 2 പ്രാർത്ഥനയാക്കുക. അല്ലാഹുവേ ഞാൻ അവർക്ക് പുറത്തു കൊടുത്തിട്ടുണ്ട്. അതോട് കൂടിയിട്ടുണ്ടല്ലോ അത് നമ്മളെ ഭയങ്കരമായിട്ട് അത് നമ്മളെ കെയർ ചെയ്യും, ഭയങ്കരമായിട്ട് അത് നമ്മളെ പരിഗണിക്കും. നമുക്ക് അള്ളാന്റെ പരിഗണനയല്ലേ വേണ്ടത്. ആരെന്ത് വേണേലും പറഞ്ഞോട്ടെ. നമ്മൾ ചെയ്തത് പറയും, ചെയ്യാത്തത് പറയും, എന്ത് വേണേലും പറഞ്ഞോട്ടെ. നമ്മൾ അങ്ങനെ ആയിരിക്കും ചിലപ്പോ. എന്നിരുന്നാലും നമുക്ക് ചിലപ്പോ അത് ഉൾക്കൊള്ളാൻ ചിലപ്പോ കഴിഞ്ഞോളണമെന്നില്ല, അല്ലേ? അങ്ങനെ പിന്നെ അപ്പൊ നമ്മള് ഇങ്ങനെ ഒരു സാധനം ചെയ്താൽ മതി. ഭയങ്കര റിസൾട്ടാണ് അതിനുണ്ടാവുക. നിങ്ങൾ അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടെങ്കിൽ എന്നോട് അറിയിക്കണം കേട്ടോ. പിന്നെ ഇവിടെ നിന്നാണ് നമുക്ക് ഒരു അൺകണ്ടീഷണൽ ലവ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുക. അൺകണ്ടീഷണൽ ലവ് എന്ന് പറഞ്ഞാലെന്തോ, ഒരമ്മ ഒരു കുട്ടീനെ സ്നേഹിക്കുന്നത് പോലെ അൺകണ്ടീഷണൽ ലവ്, അല്ലെ? ഇപ്പൊ ഈ എന്താ പറയാ, ഓൾഡ് ഹോമേജ് ഉണ്ടാവൂലേ, ഈ വൃദ്ധസദനങ്ങളിലകത്ത് കൊണ്ടുപോയിട്ട് അമ്മേനോട് ചോദിച്ചാൽ മതി. അമ്മേനോട് മക്കളെ കുറിച്ച് ചോദിച്ചാൽ, നിങ്ങളെ മക്കൾ ഇവിടെ കൊണ്ടുപോയിട്ടില്ലേ, അവനോട് നിങ്ങൾക്ക് ദേഷ്യമില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ അമ്മ പറയും, ഇല്ല എനിക്ക് എന്റെ മക്കളോട് ദേഷ്യമില്ല എന്ന് പറയും. അതാണ് അൺകണ്ടീഷണൽ ലവ്. എന്ത് തന്നെ സംഭവിച്ചാലും എന്റെ അടുത്തുനിന്ന് സ്നേഹം മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു സാധനം. അപ്പൊ ആ അൺകണ്ടീഷണൽ ലവിലേക്ക് നമുക്ക് വരണമെങ്കിൽ നമ്മള് ഹൃദയം നമ്മളിങ്ങനെ ക്ലീൻ ആക്കിക്കൊണ്ടേയിരിക്കണം. അപ്പോ ഇങ്ങനെ പറഞ്ഞ ആളുകളോടും നമുക്ക് എന്ത് തോന്നും, സ്നേഹം തോന്നും. സമയം അങ്ങനെ അതിക്രമിച്ചിരിക്കുകയാണ്. വേഗം എഴുതിക്കോളൂ കേട്ടോ. അങ്ങോട്ട് ഇനിയിപ്പോ ആരെങ്കിലും നമ്മൾ ഇങ്ങോട്ട് ചെയ്തു എന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് 2 തറുതല പറയാന്ന് പറയില്ല നമ്മള്, എന്താ പറയാ, ഇങ്ങോട്ട് പറഞ്ഞ അപ്പൊ തന്നെ എടുത്ത് അങ്ങോട്ട് പറയും നമ്മള്. അതൊരു ഭയങ്കര കഴിവാണ്. ഇന്നങ്ങോട്ട് പറയുമ്പോ അപ്പൊ തന്നെ എനിക്ക് അങ്ങനെ തന്നെയല്ലേ, നിങ്ങൾ അങ്ങനെ എനിക്ക് പറഞ്ഞ അങ്ങോട്ട് പറയില്ലേ, അങ്ങനെ പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അത് അവർക്കും ഹേർട്ട് ചെയ്യും. അതോടുകൂടി അത് കഴിഞ്ഞ് നമ്മൾ ഞാൻ പുറത്ത് പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല. അങ്ങോട്ട് പറയുമ്പോ പിന്നെ അത് കഴിഞ്ഞു, ന്യൂട്രലായി. അതിനെ കൊണ്ട് ഒരു മാനസിക സംതൃപ്തി ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വരാം. പക്ഷെ അയാളെയും നമ്മൾ നോവിക്കുകയാണ് ചെയ്തത്. അതില്ലാതെക്കാൻ വേണ്ടിയിട്ട് വാക്കുകളോ പ്രവൃത്തികളോ കൊണ്ട് ആരെയും ഞാൻ അങ്ങോട്ടും നോവിക്കില്ല എന്ന് നിങ്ങൾ എഴുതി വെച്ചോളൂ. ഇതിലെ പോയിന്റ്സ് ഒക്കെ നിർത്തട്ടെ, ഇനി മതി. ഒരുപാട് സമയമായി. ഇനി വേണ്ടല്ലോ, കുറെ സാധനം കിട്ടിയില്ലേ? ഹലോ, മതിയില്ലേ? കുറച്ചുകൂടെ ഇപ്പൊ ഈ പറഞ്ഞ എത്ര പോയിന്റ്സ് കിട്ടി നിങ്ങക്ക്? എത്ര പോയിന്റ്സ് കിട്ടി? നമ്മള് പറയാണ്ട് കുറേ ഉണ്ടാവും. അപ്പൊ പിന്നെ പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് ചിലപ്പോ കഴിഞ്ഞോണമെന്നില്ല. ഇപ്പൊ നമുക്ക് എത്ര പോയിന്റ്സ് കിട്ടിയിട്ടുണ്ടാവും? ആരെങ്കിലും എഴുതി വെച്ചവരുണ്ടോ? ഞാൻ കൗണ്ട് ചെയ്യേണ്ടി വരും. ഒരു 12 പോയിന്റ്സ് കിട്ടിയോ നിങ്ങക്ക്?
ഞാൻ കുറെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ എനിക്കിത് ഞാൻ അതിന് പിക്ക് ചെയ്തിട്ടാണ് എനിക്ക് ഇത് പറഞ്ഞത്. അതുകൊണ്ട് എനിക്ക് 10 പോയിന്റ് കിട്ടിയിട്ടുണ്ട് അല്ലെ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല് ഇപ്പൊ നമ്മൾ 11 കിട്ടിയിട്ടുള്ള ആളുകൾ 11 ഉണ്ടായിരിക്കും. ഇനിയിപ്പോ എക്സ്ട്രാ നിങ്ങൾക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്തോളൂ കേട്ടോ. ഇപ്പൊ നമസ്കാരത്തില് പിന്നെ ചിന്തകൾ വരുമ്പോ അതിനെയും കൂടെ വേണമെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് എഴുതിക്കൊണ്ടു. ആ ചിന്തകളെ നന്നാക്കുക എന്നുള്ളടത്ത്. എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ 15 കിട്ടിയ ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പോയിന്റ്സ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റുള്ളവരുടെ വിജയിക്കുമ്പോ മറ്റുള്ളവർ വിജയിക്കുമ്പോ അതിൽ നമുക്ക് സംതൃപ്തി കണ്ടെത്താൻ പറ്റുക. ഉറപ്പായിട്ടും അതിന് ഭയങ്കര ബെനിഫിറ്റ് തരും. കാരണം ഇപ്പൊ നമ്മളെ മക്കള് ഒരു സ്റ്റേജിൽ നിന്ന് ഒരു പ്രൈസ് മേടിക്കുമ്പോൾ നമുക്ക് എത്ര സന്തോഷം ഉണ്ടായിരിക്കും. അതേപോലെ അയൽവാസിയുടെ കുട്ടിയും കുടുംബക്കാരെ കുട്ടി അയൽവാസിക്ക് മേടിച്ചാലും നമുക്ക് കുഴപ്പമില്ല. പക്ഷെ നമ്മളെ ജ്യേഷ്ഠന്റെയോ നമ്മളെ അനിയത്തിയുടെ ഒക്കെ മക്കള് പിന്നെ മേടിച്ചാലായിരിക്കും നമുക്ക് ഭയങ്കര വേദന ഉണ്ടാവുക. അപ്പോ എന്റെ കുടുംബത്തിൽ ആര് തന്നെ ഒരു പ്രൈസ് മേടിക്കുന്ന കണ്ടാലും എന്റെ മോൻ മേടിക്കുന്ന പോലെ എന്റെ മോള് മേടിക്കുന്ന പോലെ എനിക്ക് സന്തോഷിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മളെ ഭയങ്കരമായിട്ട് അംഗീകരിക്കും എന്നാണ് എന്റെ വിശ്വാസം. കാരണം അത് കുറച്ച് ഹാർഡാണ്. എന്റെ ഒരു ഭയങ്കര ഒരു ആ ഒരു സ്ഥാനത്തിലേക്ക് എത്തുക എന്ന് പറഞ്ഞാല് ഭയങ്കര രസമാണ്. അങ്ങനെ നമ്മൾ ട്രൈ ചെയ്ത് നമുക്കത് കിട്ടും. എന്റെ മക്കളെ പോലെ തന്നെ എനിക്ക് മറ്റുള്ളവരുടെ വിജയം അല്ലെങ്കിൽ ഞാൻ വിജയിക്കുന്ന പോലെ തന്നെ എന്റെ കൂടെയുള്ള എന്റെ സഹോദരി വിജയിക്കുമ്പോ ഉണ്ടാവുന്ന ഒരു സന്തോഷം. അല്ലെങ്കിൽ അവളെ ഒരു തെറ്റ് പറയുമ്പോ തെറ്റ് പറഞ്ഞല്ലോ അവള് അത് അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ. അതില്ലാതെ നോക്കിയാല് ഭയങ്കര രസമായിരിക്കും. അത് ഭയങ്കര നിഷ്കളങ്കരായിരിക്കും. നമ്മൾ ഇന്നസെന്റ് ആയി മാറും. ഒരു പോയിന്റും കൂടെ പറയാൻ എഴുതിയിട്ടാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല് കാണുന്നുണ്ടോന്ന് അറിയില്ല. ഞാൻ PDF അല്ല ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇങ്ങനെ കുറച്ച് കള്ളികൾ ഇടുക. ഇവിടെ മുതൽ ഇങ്ങനെ ഡേറ്റ് ഇങ്ങനെ ഇടുക താഴേക്ക് വരെ. കാണുന്നുണ്ടോ? ഡേറ്റ് ഇടുക. ഇപ്പോ ഇന്നെന്താ ഡേറ്റ്? 21/2 അല്ലേ? 21/2 അല്ലേ? 21/2 എന്ന് എഴുതിയിട്ട് പിന്നെ 23, 24 ഇങ്ങനെ ഫുള്ള് ഇടുക. ഒരു മാസത്തിൽ കണക്കാക്കിയിട്ട് ഇടുക. അപ്പൊ അടുത്ത മാസം ഒരു 21 വരേക്കെങ്കിലും നമ്മൾ ഇടുക. അല്ലെങ്കിൽ ഒരു 19-ാം തീയതി വരേക്കും എന്തിടുക? നമ്മള് ഇങ്ങനെ നമ്പർ ഇടുക, ഡേറ്റ് ഇടുക. അതിനുശേഷം ഇതിന്റെ മുകളിൽ നിങ്ങൾ പറഞ്ഞിട്ടുള്ള നിങ്ങൾക്ക് ആവശ്യമുള്ള പോയിന്റ്സ് ഇപ്പൊ എല്ലാ ആളുകളും നമ്മളെല്ലാവരും എന്ത് ചെയ്യാ പിന്നെ നെഗറ്റീവ് ചിന്തകളും പോസിറ്റീവ് ചിന്തകളും എല്ലാവരും പോസിറ്റീവ് ചിന്തകളുള്ള ആളുകൾ ഉണ്ടായിരിക്കാം. മറ്റുള്ളവരെ കുറ്റം പറയാത്ത ആളുകൾ ഉണ്ടായിരിക്കാം. ന്യൂസ് പൊതുവെ അങ്ങനെ ചെയ്യാത്ത ആളുകൾ ഉണ്ടായിരിക്കാം. ഒക്കെ ഉണ്ടായിരിക്കാം. ഞാൻ ഒന്നായിട്ട് ലിസ്റ്റ് പറയാം, ഒരു ബക്കറ്റ് ലിസ്റ്റ് പറയുക ചെയ്തു. അപ്പൊ ഈ ലിസ്റ്റിനകത്ത് നമ്മൾക്ക് മാറ്റം വരണം എന്ന് തോന്നുന്ന സാധനങ്ങൾ സെലക്ട് ചെയ്യാം. നിങ്ങൾ 10 എഴുതിനൊക്കെ 10 നിങ്ങൾക്ക് എഴുതണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള അക്ഷരങ്ങൾ കൊണ്ട് ഇവിടെ എങ്ങനെ അത് മെൻഷൻ ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക? അങ്ങോട്ടും ഇങ്ങോട്ടും കള്ളി വരയ്ക്കുക. എന്നിട്ട് ഇന്നിപ്പോ ഞാൻ എത്രത്തോളം അത് പ്രാക്ടീസ് ചെയ്തു. ഇപ്പൊ ഗോസിപ്പ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് ഗോസിപ്പ് പറഞ്ഞിട്ടില്ലേ? ഇപ്പൊ 21-ാം തീയതി ഞാൻ എത്ര ഗോസിപ്പ് പറഞ്ഞു എങ്കിൽ അതിനകത്ത് 10 നമ്മൾ എന്ത് ചെയ്യുക? മാർക്ക് ഇടുക. ഞാൻ ഇന്ന് 8 ഗോസിപ്പ് തന്നെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ 8 ഇടുക. പക്ഷെ 22-ാമത്തെ ദിവസം അത് 7.5 എത്താൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ ചാലഞ്ചിലാണ് അല്ലെ? അങ്ങനെ പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞു നമ്മൾ എത്രത്തോളം അൽഹംദുലില്ലാ പറയുന്നുണ്ട്. ഒരു ദിവസം നമുക്ക് 10 തവണ അൽഹംദുലില്ലാ എന്ന് അള്ളാനെ ഓർക്കാൻ കഴിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ 10-ൽ 10 മാർക്ക് കൊടുക്കാം. ഇങ്ങനെ ഓരോ സാധനത്തിലും. എന്നിട്ട് ലാസ്റ്റ് നിങ്ങൾക്ക് എത്രയാണ് മാർക്ക് കിട്ടുന്ന ദിവസം കൗണ്ട് ഇടുക. ഒരു മാസം നിങ്ങൾ ഇങ്ങനെ ചെയ്താലുണ്ടല്ലോ അടുത്ത മാസം ഓട്ടോമാറ്റിക്കലി അത് ശരിയാവും. അതൊരു ഭയങ്കര പിന്നെ അറ്റോമിക് ഹാബിറ്റ്സിനകത്ത് പറയുന്നത് ഒരു 21 ദിവസമൊക്കെയാണ് തോന്നുന്നു. ആ ഒരു ഹാബിറ്റ് നമ്മളിലേക്ക് വരണമെങ്കിൽ നമ്മളത് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സംതൃപ്തി നമുക്ക് ഉണ്ടായിരിക്കും. നമ്മൾ എന്താണോ നമുക്ക് ക്ലിയർ ആക്കണം എന്ന് തോന്നുന്നത് അത് ഈ പറഞ്ഞ ലിസ്റ്റിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് എഴുതിയിട്ട് നിങ്ങൾ ചെയ്യാം. നിങ്ങൾക്ക് മനസ്സിലായോ? ഓക്കെ, മനസ്സിലായല്ലോ അല്ലെ? ഞാൻ റിപ്പീറ്റ് ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ ടൈം മാനേജ്മെന്റ് ആയിരുന്നു നമ്മൾ ആദ്യം ഇതില് നിങ്ങളടുത്ത് പറയണമെന്ന് വിചാരിച്ചിരുന്നത്. പിന്നെ ഒരുവിധ എല്ലാ ആളുകളും ടൈമിലൊക്കെ പെർഫെക്റ്റ് ആണ്. പലപ്പോഴും നമുക്ക് വരുന്ന പ്രശ്നം എന്താന്ന് വെച്ചാല് പിന്നെ പ്രയോറിറ്റി പലപ്പോഴും നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. ആ പ്രയോറിറ്റി ആവശ്യമുള്ള സാധനത്തിന് വെച്ചുകൊണ്ട് പറയാനൊന്നും കുറെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് പറയാണ്. പ്രയോറിറ്റി ഇല്ലാത്ത സാധനങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് അവസാനം പ്രയോറിറ്റി ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഫിസിക്കലി മെന്റലി ഒക്കെ നമ്മൾ ടയേർഡ് ആവും. അതോടൊപ്പം തന്നെ നമുക്ക് ടൈമും ഉണ്ടാവൂല, നമുക്ക് ചെയ്യാനും പറ്റൂല. അപ്പോ ജീവിതത്തിൽ ഞാൻ 1-2 ഹോംവർക്ക് തരട്ടെ, നിങ്ങൾ ചെയ്തോളൂ. നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ഞാൻ പറയാം. ഒരാൾ എസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഒരു 5 ആൾ എസ് പറഞ്ഞാൽ ഞാൻ പറയാം. ഓക്കെ.
ഓക്കെ ആയിക്കോട്ടെ. ഞാൻ നിങ്ങൾ ചെയ്യും, നിങ്ങൾക്ക് കുറെ ഭാരമാവുമെന്ന് എഴുതിയിട്ടാട്ടോ ചോദിക്കാൻ കാരണം. ഓക്കെ, ഒന്ന് എന്താന്ന് വെച്ചാല് നമ്മൾ ഒരു ദിവസം ഇപ്പൊ 21-ാം തീയതിയാണ്. അപ്പൊ ഈ രാവിലെ മുതൽ രാത്രി വരേക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള നമുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റിയിട്ടുള്ള നിമിഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു 5 എണ്ണം എടുത്തിട്ട് നമ്മൾ എഴുതുക, അല്ലെങ്കിൽ അത് ഓർക്കുക. കിടക്കാൻ നേരത്ത് നമ്മൾ എല്ലാം ചൊല്ലുമല്ലോ. ആ ചൊല്ലുന്ന സമയത്ത് 5 ഹാപ്പിനെസ് പഠിച്ചോനെ, ഭയങ്കര ഹാപ്പിനെസ്. ലോട്ടറി ഒന്നും അല്ല കേട്ടോ നമ്മൾ പറയണ്ടത്, വെറുതെ പറഞ്ഞാട്ടോ ലോട്ടറിന്ന്. ഞാന് 5 എണ്ണം എന്ന് പറയുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ് കിട്ടുന്ന കാര്യങ്ങളൊന്നും അല്ല കേട്ടോ പറയണത്. വളരെ രസകരമായിട്ട് വളരെ ചെറിയ കാര്യമായിരിക്കും. അപ്പോ നമ്മൾ ഇന്ന് കറി വെച്ചപ്പോ നന്നായി, അത് നമുക്ക് ഹാപ്പിനെസ് അല്ലേ അല്ലെ? രാവിലെ വളരെ സന്തോഷത്തോടു കൂടി എനിക്ക് എണീക്കാൻ പറ്റൂ, അൽഹംദുലില്ലാ, അതൊരു സന്തോഷല്ലേ? നമ്മളുടെ കുട്ടികളുമായിട്ട് നമുക്ക് നല്ല ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി. അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഞാൻ എന്റെ വായിൽ എനിക്കൊരു ഗോസിപ്പ് വന്നു, ഞാൻ അതിനെ സ്റ്റോപ്പ് ചെയ്തു, എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അതൊക്കെയാണ് നമ്മളെ സന്തോഷം എന്ന് പറയുന്നത്. അങ്ങനെ 5 സന്തോഷത്തിനെ എണ്ണീട്ട് നിങ്ങൾ കിടക്കാൻ പോവുക, ഭയങ്കര സംതൃപ്തിയായിരിക്കും. അതുപോലെ എണീക്കുന്ന സമയത്ത് നമ്മൾ എന്താ പ്രാർത്ഥന, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അൽഹംദുലില്ലാ എന്നല്ല നമ്മൾ പറയണത്. അപ്പൊ അൽഹംദുലില്ലാ നമ്മൾ എങ്ങനെയാ പറയാ? ഭയങ്കര ക്ഷീണിതനായിട്ടായിരിക്കും അൽഹംദുലില്ലാ എന്ന് പറയാ. പക്ഷെ നാളെ ഇൻഷാ അല്ലാഹ് നമ്മൾ എണീക്കുമ്പോ ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ടായിരിക്കണം എന്ത് പറയേണ്ടത്, അൽഹംദുലില്ലാ. കാരണം ഈ ഉറക്കത്തിൽ നിന്ന് പഠിച്ചോനെ നീ എന്നെ ഉണർത്തിയില്ലേ, അൽഹംദുലില്ലാ. അടുത്തൊരു ദിവസത്തിന് വേണ്ടി എന്നെ അള്ളാഹ് റെഡിയാക്കിയില്ലേ. അപ്പൊ നമ്മൾ അൽഹംദുലില്ലാ എന്നുള്ളത് അങ്ങനെ തന്നെ മനസ്സെന്ന് വെച്ചുകൊണ്ട് ചിരിച്ചിട്ട് അള്ളഹാനോട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു നോക്കൊണ്ടു. ഭയങ്കര ആ ദിവസം തന്നെ ഭയങ്കര മൂഡായിരിക്കും. അതേപോലെ ഞാൻ പറയണമെന്ന് വിചാരിച്ച സാധനമായിരുന്നു, നമ്മൾ അൽഹംദുലില്ലാ ഇല്ലതി അത്അമനി ഹാദ തുആമ എന്നാ പറയാറ് അല്ലെ? എനിക്ക് ഭക്ഷണം തന്ന, എന്നെ കഴിപ്പിച്ച പഠിച്ചവനാണോടാ ഞാൻ എന്ത് പറയണത്, അൽഹംദുലില്ലാ പറയണത്. ആ കഴിപ്പിക്കുക എന്ന പ്രോസസ്സിൽ ഞാൻ പണ്ട് ചിന്തിച്ച ഒരു സാധനം ഞാൻ അങ്ങനെ പറയാറുണ്ട്. ആ പ്രോസസ്സിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അല്ലെ? എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിനകത്ത് ഞാൻ ചിന്തിച്ചപ്പോ എനിക്ക് കിട്ടിയത് എന്തൊക്കെയാന്ന് വെച്ചാല്, നമ്മുടെ പ്ലേറ്റിനകത്ത് മീൻകറി ഉണ്ടായിരിക്കും, പച്ചക്കറി ഉണ്ടായിരിക്കും, ഇതൊക്കെ ഉണ്ടായിരിക്കും അല്ലെ? ചോറുണ്ടായിരിക്കും. ഇതൊക്കെ പല നാട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്ന് നമ്മുടെ അടുക്കളയിനകത്ത് നമ്മൾ കുക്ക് ചെയ്ത് ഒരു പ്ലേറ്റിനകത്ത് വന്നൊരു സാധനമാണ് അല്ലെ? അതിങ്ങനെ വന്നു കഴിഞ്ഞാല് മൈക്ക് ഓണായി ഓഫാക്കണേ. അതെടുത്ത് കഴിക്കുക എന്നുള്ളൊരു സാധനം നമ്മുടെ അടുത്ത് വന്നല്ലോ, അതിന് നമ്മൾ അൽഹംദുലില്ലാ. അതോടൊപ്പം തന്നെ നമ്മള് കഴിക്കുമ്പോ അത് അവിടെ കേറിയിട്ടില്ല. ഹലോ ഒന്ന് മ്യൂട്ട് ആക്കുവോ ആരോ? ഓക്കെ, ഇപ്പൊ റെഡി ആയി. അപ്പൊ നമുക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണില്ല. അപ്പൊ ഒന്ന് അതാണ്, എന്തെങ്കിലും ഞാൻ പറഞ്ഞു വന്നേ, എന്ത് ആകെ പോയി. ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്യുമെന്നുള്ളതായിരുന്നില്ലേ? ഒന്ന് ഈ കാര്യമായിരുന്നു, നിങ്ങൾ 5 തവണ അത് ചെയ്യാന്നുള്ളത്, ഹാപ്പി ആയിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളെ ഓർക്കുക എന്നുള്ളത്. മറ്റത് എന്താന്ന് ഞാൻ മറന്നുപോയി. അത് ഈ ഒച്ചപ്പാടിൽ അങ്ങനെ മറന്നുപോയി. ഓക്കെ, കുഴപ്പമില്ല, എന്തെങ്കിലും ഞാൻ ഓർമ്മിട്ടാണ് നിങ്ങളോട് പറയേണ്ടത്. അപ്പൊ ഒന്ന് ഇതാണ്. അപ്പൊ അതും കൂടെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോ നിങ്ങക്ക് ഈ പ്രയോറിറ്റി ലിസ്റ്റും കൂടെ തരണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ആ പ്രയോറിറ്റി ലിസ്റ്റിന്റെ ഒരു ചെറിയ ഒരു വീഡിയോ ഞാൻ എന്ത് ചെയ്യാം, വോയിസ് ഞാൻ നിങ്ങൾക്ക് അല്ല കുഴപ്പമില്ല, നമുക്ക് പിന്നെ പറയാം. പിന്നെ നിങ്ങൾക്ക് അയച്ചു തരാം എന്താണ് പ്രയോറിറ്റി എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, എന്തിനാണ് നമ്മൾ പ്രാധാന്യം കൽപ്പിക്കേണ്ടത്. അത് പറഞ്ഞപ്പോഴാണ് പഠിച്ചോനെ അൽഹംദുലില്ലാ. എന്താന്ന് വെച്ചാല് നിങ്ങൾ ചെയ്യേണ്ട അടുത്ത എന്താണെന്നറിയോ, നിങ്ങളുടെ പ്രയോറിറ്റി എന്താണെന്നത് ലിസ്റ്റ് ചെയ്യാണ്. ആ പ്രയോറിറ്റി ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് കുക്കിംഗ് വേണ്ട, കുക്കിംഗ്, ക്ലീനിങ്, വീട് നന്നാക്കുക, അങ്ങനത്തെ പണികളൊന്നും ഇല്ലാതെ ഒരു 4 പ്രയോറിറ്റി, A1, A2, A3, A4 എന്ന് പറഞ്ഞിട്ട് 4 പ്രയോറിറ്റി നിങ്ങൾ എഴുതി വെച്ചോളൂ കേട്ടാ. അത് കഴിഞ്ഞിട്ടായിരിക്കണം ജീവിതത്തിൽ വേറെ ഒരു ദിവസത്തെ വേറെ എന്ത് കാര്യങ്ങളും നിങ്ങൾ ചെയ്യേണ്ടത്. അതാണ് നിങ്ങളുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത്. ആ പ്രയോറിറ്റി നിങ്ങൾ കീപ്പ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാ നമുക്ക് ഒരുപാട് വിജയം ഉണ്ടാവും ജീവിതത്തിൽ. ആ പ്രയോറിറ്റിയിൽ എപ്പോഴും അത് നമുക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം. ഓക്കെ, അപ്പൊ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഈ പറഞ്ഞതുപോലെ ഇത് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഗ്രൂപ്പിൽ ഫോട്ടോ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അത് ക്ലിയർ ആക്കി തരാം. ഇതേപോലെ ചെയ്താൽ മതി, വളരെ ഈസിയാണ്. ഇന്ന് കിടക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക, നമ്മൾ ഒരു സാധനം ഉണ്ടാക്കുക,
എന്നിട്ട് നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് തന്നെ കുറച്ച് സമയം കണ്ടെത്തുക. ഒരുപാട് പല ആളുകൾക്കും വേണ്ടിയിട്ടാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മളുടെ ഒരു ഇംപ്രൂവ്മെന്റ് വേണ്ടിയിട്ട്, നമ്മളുടെ സെൽഫ് ഇംപ്രൂവ്മെന്റ് വേണ്ടിയിട്ട് നമ്മളൊരു കുറച്ച് സമയം ഇൻഷാല്ലാ കണ്ടെത്തുക. എല്ലാവർക്കും ഈ ഒരു 30 days ചാലഞ്ച് നമ്മളുടെ റമദാനിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കട്ടെ. റമദാനിൽ നമ്മളൊരു പുതിയ ആളായിട്ട്, ഒരു പുതിയ വ്യക്തിയായിട്ട് റമദാൻ കഴിയുന്നതോട് കൂടിയിട്ട് ഒരു പുതിയ മാസത്തിലേക്ക് നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി ഗ്രൂപ്പ് ഏതാണ് ഗ്രൂപ്പിന്റെ ലിങ്ക് നാളെ ക്ലാസ് ഉണ്ടോ? നാളെ ക്ലാസ് ഉണ്ട്. എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നാളെയുള്ള ക്ലാസ് എന്ന് പറഞ്ഞാൽ ചോദിച്ചു നന്നായി, ഞാൻ മറന്നുപോയിരുന്നു. നാളെ എന്റെയും സ്വാലിഹയുടെയും ക്ലാസ് ആയിരിക്കും. നമ്മളുടെ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു റമദാനിൽ എന്നുള്ളതായിരുന്നു ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ഒരു പിന്നെ റമദാൻ റിലേറ്റ് ആയിട്ടുള്ള ഒരു ക്യൂസ് പ്രോഗ്രാമും കൂടെ ഉണ്ടായിരിക്കും. അപ്പൊ എല്ലാവരും വരിക, ആ ക്യൂസിൽ ഭയങ്കര ആക്റ്റീവ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. കുറച്ചൊക്കെ അങ്ങനെ പഠിച്ചൊക്കെ വന്നോ. റമദാൻ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കും. അപ്പോ പിന്നെ എന്താണ്, അപ്പോ എല്ലാവർക്കും നമ്മൾ പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ സാധിക്കട്ടെ. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. നമ്മുടെ വാട്സപ്പിന്റെ ലിങ്ക് ആണ് ഇപ്പോ ഖദീജ റൂബിദ പിന്നെ ഇവിടെ ഷെയർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് അത് ചാറ്റ് ബോക്സിൽ നിന്ന് കിട്ടും. അതാണ് റമദാനിന് പ്രത്യേകമായിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഫെമിനിറ്റ്യൂഡ് റമദാൻ ഗ്രൂപ്പാണ്. അതിനകത്തേക്ക് നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി. അറിയാത്ത ആളുകൾക്ക് അതിനകത്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത്തരം വിഷയങ്ങളൊക്കെ അതിനകത്ത് ചർച്ച ചെയ്യും കേട്ടോ. ഒരുപാട് സന്തോഷം ഈ ഒരു വിഷയം നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയതിന്. പിന്നെ പരസ്പര സ്നേഹത്തോട് കൂടിയിട്ടും ബഹുമാനത്തോട് കൂടിയിട്ടും പ്രാർത്ഥനയോട് കൂടിയിട്ടും നമുക്ക് എല്ലാവർക്കും ജീവിക്കാൻ കഴിയട്ടെ. നല്ല വ്യക്തികളുടെ, നല്ല മനസ്സിന്റെ ഉടമയാവാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. ഓക്കെ, അസ്സലാമു അലൈക്കും.